സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകയില അർബുദത്തിന് കാരണമാകുന്നു. അത് നിങ്ങളുടെ ജീവനെടുക്കും. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ആരാ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരാത്? ഹലോ, കേക്കുന്നില്ലേ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ഹലോ, ആരാ അവിടെ കരയുന്നേ? കേക്കുന്നില്ലേ? ആരെങ്കിലും ഉണ്ടോ? ഉഗ്രദേവി ദം 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 രുദ്രദേവി രക്ത നടുങ്ങും എത്ര ദിക്കും വേട്ടയാടും മഹാകാളി. ദം 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 ഭൈരവിയെ അഗ്നിമൂർത്തി കഥാരിയെ കരകാട്ടമിതാടുന്നൊരു ശ്രീ ഭൈരവി അമൃതേ. ൊരുത്തിനകത്തനൊരുത്തിയിതാ മരണമാട്ടമാട്ടിയിതാ എതിരെ നിൽക്കു കുരിശിതരെ തീർത്തു 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 വരും. മതിച്ചു തെറിച്ചു വരും. ഫീലിംഗ്സ് പോലെ ഉയർത്തി വരും. അറിയാതെ നീ മുന്നിൽ വന്നാൽ നിത്തലവരമാക്കി വിടും. മലയെ പോലെ നീ തടസ്സമായി നിൽക്കവേ വെടി പോലെ വിതറിച്ചാക്കിടും ആദിശക്തി രൂപിണി. സ്ത്രീകൾ മുന്നിലായി തോൾ കൊടുക്കും ദേവി നീ. എതിർക്കാൻ വന്നാലോ തോലെടുക്കും ശക്തിരാ. കൺമുന്നിൽ കുറ്റമൊന്ന് കണ്ടാലേ എതിർത്ത് നിൽക്ക് ശക്തി തന്റെ ആയുധമാം വാളെ വീശ്. പെണ്ണി വീട്ടിലടച്ചു വയ്ക്കും കഥകളല്ല പഴകഥയായി ദുഷ്ടരെ തിച്ചുഴിയിൽ എന്നെ എറികെ. കളകളകളമോടും കാട്ടാറെ പോലെ നീ പെണ്ണിൻ ശക്തി എന്നും മടങ്ങാത്ത വീരൻ. തുരയാളും തീജ്വാല പോലവേ എതിർത്തവരെല്ലാം പൊടിയായി പോകും.
പോരാട്ടമാ പോരാട്ടമാ ശബ്ദമോ ശബ്ദമോ നിൻവാക്ക് കേട്ടാൽ പ്രളയം പോയി മറയുമോ നിശ്ചട്ടമേ പ്രിയാട്ടമേ നിൻവാക്ക് മാത്രം മാറാത്തൊരു ചട്ടമോ മലയ പോലെ നീ തടസ്സമായി നിൽക്കമേ വെടി പോലെ വിതറിച്ചാക്കിനും ആദിശക്തി രൂപിണി. വാവ്, സൂപ്പർ, നല്ല ലൊക്കേഷൻ. കൊടൈക്കനാലിൽ വന്നിട്ട് ഒന്ന് കുളിരി കൊള്ളാന്ന് വെച്ചപ്പോ ഇങ്ങനെ ഒരു സ്ഥലത്താണല്ലോ ദൈവം എത്തിപ്പെട്ടത്. എന്റെ അടിവയറ് കലങ്ങുക ഈ ബംഗ്ലാവ് കാണുമ്പോ. ചേട്ടാ, കാറിൽ പോലും സ്വൈര്യം തന്നില്ല, ഇവിടെ വന്നിട്ട് ചലച്ചോണ്ടിരിക്കുകയാണോ? ഞാൻ പൊലമ്പുകയാണെന്നോ? അതെ. കുറച്ച് കഴിയുമ്പോ നീ കണ്ടോ. മിണ്ടാതെ വായേട്ടാ. ഇവിടെ സിഗ്നല് കിട്ടുമോ ആവോ? ഹേ, ഞങ്ങള് പാർട്ടിയും ഡിന്നറും ബർത്ത്ഡേ ഒക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറ്. നിനക്ക് ഓക്കെ അല്ലേ? സിഗ്നല് കിട്ടുകയാണെങ്കിൽ ഓക്കെ. എല്ലാം കിട്ടും. നിങ്ങൾക്ക് രണ്ടുപേർക്കും തല്ലുകൊടുത്താൻ തന്നെയാണോ പണി? ഇവന്റെ കണ്ണാടിയും സ്റ്റൈലും എനിക്ക് പിടിക്കണില്ല. വെരി നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ത് ചെയ്താലും ത്രില്ലിംഗ് ആയിരിക്കണം, അതിലാണ് ത്രില്ല്. ഇങ്ങനെ തുരു സംസാരിക്കാണ്ട് കേറി വരാൻ നോക്കുമോളെ. ഒരുപാട് ജോലിയുണ്ട്. ഇവനാരാ? മങ്കി കേപ്പെട്ട് നിൽക്കുന്ന മങ്കിയെ പോലുണ്ടല്ലോ. ഞാൻ ഇവിടുത്തെ വാച്ച്മാനാ. വാച്ച്മാനാണോ? അതുകൊണ്ടാണോ അകത്ത് കയറിയിരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സഹായം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം. ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നത്. നീ അങ്ങനെ അടുത്തൊന്നും നിക്കണ്ട, കുറച്ച് ദൂരം മാറി നിന്നാ മതി. അവരെ നോക്കാൻ ഞാനുണ്ട് കേട്ടോ. ഇവന്റെ നോട്ടോട്ട് ശരിയല്ല കേട്ടോ. നിങ്ങൾ അകത്തോട്ട് കയറി മക്കളെ. ഓവർ ഓവർ സാർ, ലേക്കിലൊരു ബോഡി കിടക്കുന്നുണ്ടെന്ന് കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് പോയി അന്വേഷിക്കേ. ഓവർ ഓവർ. ഈ ഡെഡ് ബോഡി ആദ്യം കണ്ടതാരാ? ഈ നാട്ടുകാരനൊരുത്തനാ മാഡം.
ഇത് കണ്ടത്? ഫോറൻസിക്കാർ വന്നില്ലേ? നോക്കിക്കൊണ്ടിരിക്കുകയാണ് മാഡം. ഇങ്ങ് വാ. ബോഡി ആദ്യം കണ്ടത് നിങ്ങളാണ്? അതെ മാഡം. നിങ്ങൾ എപ്പോ കണ്ടു? രാവിലെയാണ് കണ്ടത്. അപ്പൊ തന്നെ പോലീസിനെ വിളിച്ചു. നിങ്ങൾ നാട്ടിൽ വെച്ച് ഈ പെൺകുട്ടിയെ മുന്നിൽ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ല. ഇവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാങ്ങി. ശരി മാഡം. ഇമ്മീഡിയറ്റ് ആയിട്ട് പോസ്റ്റ്മോർട്ടത്തിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തേക്ക്. ഈ വെറുതെ കള്ളം പറയാൻ നിൽക്കരുത് കേട്ടോ. മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. പറയ് കാർത്തി. സിഗ്നൽ ഇല്ലാത്തോണ്ട് കോൾ ചെയ്യാൻ പറ്റുന്നില്ല. അയ്യോ, ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണോ മാഡം? പ്രേതം പോലെ ഇവിടെ വന്ന് ഫാമിലി നടത്തും മാഡം. എന്നെ ഇതുപോലൊരു സ്ഥലത്താണല്ലോ കൊണ്ടുവന്നത്. കൊടൈക്കനാലാണെന്ന് വെച്ച് കുളിരി കൊള്ളാന്ന് വെച്ച് വന്നപ്പോ ഇങ്ങനെ എന്നെ പെടുത്തി കളഞ്ഞല്ലോ മോളെ. ആശ കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എപ്പോഴാണ് ഞാൻ വീട്ടിൽ തിരിച്ചു പോകുന്നത്? ഷൺമുഖേട്ടാ, ഇന്ന് രാത്രി ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് നാളെ രാവിലെ തന്നെ ചെന്നൈക്ക് പോവാം. മോർണിംഗിന് പോയത് തന്നെ. അല്ല, ചിത്ര എവിടെ? ചിത്ര പച്ചക്കറി മുറിച്ചോണ്ടിരിക്കുക. അല്ല, ഫോണില് സംസാരിച്ചോണ്ടിരിക്കുക മാഡം. നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞോ. ഇവനുണ്ടല്ലോ എപ്പോഴും കണ്ണാടി വെച്ചോണ്ടിരിക്കുക മാഡം. നിന്നെ ഈ കളിയൊക്കെ അഴിച്ചു വെക്ക്. സാധനമൊക്കെ ഞാൻ എന്നാ പാക്ക് ചെയ്ത് വെക്കട്ടെ മോളെ. ചെല്ല്. ആരാ ഇയാള് ചുമ്മാ ഓരോന്ന് പറയാൻ? നൈസ് ക്ലൈമറ്റ്. ഹലോ ദീക്ഷ. നീ എവിടെയാണ്? കൊടൈക്കനാൽ വരെ വന്നത്. നൈസ് ക്ലൈമറ്റ്. എന്താ ചിത്ര പെട്ടെന്ന് കൊടൈക്കനാൽ? എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. എങ്ങനെയാന്ന് നോക്കിയിട്ട് പറ. ഐ ആം വെയിറ്റിംഗ് ഫോർ യു. ഓക്കെ, ബൈ. മാഡം പറയൂ മാഡം. മുരുകേഷ, ലേ കേസിന്റെ ഫോർമാലിറ്റീസ് ഒന്ന് റെഡിയാക്കിയേക്ക്. ഞാൻ ഇപ്പൊ തന്നെ എത്തും. ഓക്കെ? ഓക്കെ മാഡം. വേഗം തന്നെ സ്റ്റേഷനിലേക്ക് വരും. ശരി മാഡം. മറ്റേ റിപ്പോർട്ടും കൂടി ഓക്കെ മാഡം. പെട്ടെന്ന് തന്നെ എത്തിക്കണം. ശരി മാഡം. ഗുഡ് മോർണിംഗ് മമ്മി. ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മോളു. ഗുഡ് മോർണിംഗ് അപ്പാ. ഒന്ന് നിക്ക് മോളെ. എന്താമ്മേ? കഴിച്ചിട്ട് പോവും. വേണ്ടമ്മേ, എനിക്ക് വേണ്ട. ശരി, എന്നാ ഈ പാലെങ്കിലും കുടിച്ചിട്ട് പോ. വേണ്ടമ്മേ, കമ്മീഷണർ ഓഫീസിൽ ഒരു എമർജൻസി മീറ്റിംഗ്. എനിക്ക് വേഗം പോണം. എന്താ ഇത്? അവൾ എന്നും ഒന്നും കഴിക്കാതെ വെറും വയറ്റിലാ ജോലിക്ക് പോകുന്നേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇങ്ങനെയാണെ അവളുടെ ഹെൽത്ത് എന്താവും? നിങ്ങൾ എന്താ ഒന്നും പറയത്തെ? ഏയ്, നീ ഒരു പോലീസുകാരന്റെ ഭാര്യയല്ലേ? ഒരു നല്ല പോലീസ് ഓഫീസർ ഡ്യൂട്ടിയിൽ എപ്പോഴും സിൻസിയർ ആയിരിക്കും. ഭക്ഷണമൊക്കെ പിന്നത്തെ കാര്യമാണ്. അതൊക്കെ അവള് നോക്കിക്കോളും. ഇവള് ശരിക്കും എന്നെ പോലെ തന്നെയാ. നിന്റെ റോൾ മോഡൽ ആരാ മോളെ? ഓഫ് കോഴ്സ്, എന്റെ റോൾ മോഡൽ എന്നും എന്റെ അപ്പ തന്നെയാണ്. വെരി ഗുഡ് മോളെ. നല്ല മോളും നല്ല അച്ഛനും. ശരി ഓക്കേ, മോളെ. ഞാൻ ഇറങ്ങുവാണേ. ഓക്കെ മോളെ. ഓക്കെ മോളു, സ്കൂളിൽ പോയിട്ട് വേഗം വരണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ മമ്മി. ബൈ മമ്മി. ബൈ മോളെ. സർ, ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള കൊടൈക്കനാലിൽ ഇതുപോലെ ചെറിയ പെൺകുട്ടികൾ തുടർച്ചയായിട്ട് മരണപ്പെടുന്നു. ഇതിനെതിരെ പോലീസ് എന്ത് നടപടി എടുക്കുന്നത്? ഇങ്ങനെ ക്രൈം നടക്കാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറഞ്ഞാൽ പേരൻസിന്റെ കെയർലെസ്സാ. അത് മാത്രമല്ല, പെൺകുട്ടികളും ആൺകുട്ടികളും ഡേറ്റിങ്ങും പാർട്ടികളും ഡ്രിങ്ക്സും ഡ്രഗ്സും അങ്ങനത്തെ തെറ്റായ വഴികളിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ വന്നപ്പെട്ട് അവസാനം അത് കൊലപാതകത്തിലെത്തും. സോ കൊലപാതകം ചെയ്ത ആളെ കണ്ടുപിടിച്ചാലേ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് നമുക്കറിയാൻ കഴിയും. അറിയില്ല മോളെ, ഒരുത്തനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ഇവനാണോ? കാണുമ്പോ തന്നെ പേടിയാവുന്നു മോളെ. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? വാ, നമുക്ക് ആരാന്ന് ചോദിച്ചു കളയാം. ചേട്ടാ, അയാളെ കാണാൻ എന്തോ പോലെ ഉണ്ട്. ഞാൻ പോയിട്ട് വരട്ടെ. ചോദിക്കേണ്ടത് പോലും അവൻ അറിയില്ല. മിണ്ടാണ്ട് വാടാ. കണ്ടിട്ട് തന്നെ പേടി തോന്നുന്നു. നിങ്ങൾ ഈ ഏരിയയിലുള്ള ആരാ? തഹസിൽദാരാണോ, കലക്ടറാണോ, അതോ നേതാവാണോ? ചേട്ടാ, ആരേട്ടാ ഇയാള്? ഞാൻ മലയാളത്തിൽ തന്നെ അല്ലടാ ചോദിച്ചത്. ഞാൻ ഹിന്ദിയിലാണോ ചോദിച്ചത്?
പാമ്പ് പോലെ ഷൂ നാക്കുന്നുണ്ടല്ലോ. ഈ ബംഗ്ലാവിനകത്തൊരു ദുഷ്ടശക്തി കറങ്ങി നടക്കുന്നുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ ഈ സ്ഥലം വിട്ട് എല്ലാരും തിരിച്ചു പോകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ ആപത്താണ്. ആപത്തോ? പിന്നെ നിങ്ങളെ ആർക്കും രക്ഷിക്കാനാകില്ല. മനസ്സിലായോ? മനസ്സിലായി. അതെ, ഇതൊന്നും കേട്ടാ ഞങ്ങൾ പേടിക്കില്ല. കാശിനോടി വന്ന അഘോരിനെ പോലെ ഉണ്ടല്ലോ കാണാൻ. ഇതുപോലത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടം. നിങ്ങളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. നിങ്ങൾ തന്നെ അത് അനുഭവിച്ചറിയണം. സ്വാമി, നിങ്ങൾ പറയുന്നൊക്കെ സത്യമാണോ? പ്രേതമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടു പോവല്ലേ? ഈ ശരീരത്തിൽ ഒരുപാട് കയറുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കയറ് ഞങ്ങൾക്ക് തന്നൂടെ സ്വാമി? നീ തന്നെ ചോദിച്ചു വാങ്ങിക്കോടാ. പ്രിയ മേഡം, നിങ്ങൾക്കൊരു കയറ് ചോദിച്ചു വാങ്ങിക്കൂടെ? ചേട്ടാ, സ്വാമി, പ്രേതത്തിനെ കാണുന്നതിനേക്കാളും നിങ്ങളെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ പേടി തോന്നുന്നത്. ആരും ഭയപ്പെടണ്ട. ഈ കയറ് പിരിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കെട്ടാം. വളരെ നന്ദിയുണ്ട് സ്വാമി. ഓടിക്കോടേ. അരുദ്ര, എത്രയും പെട്ടെന്ന് കൊലപാതകയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാ ഈ കേസ് ഞാൻ നിന്നെ ഏൽപ്പിച്ചേ. ഈ കേസ് ഒരിക്കലും പ്രസ്, മീഡിയ അവിടെ ഒന്നും ലീക്ക് ആവരുത്. അരുദ്ര, ബി കെയർഫുൾ. ഷുവർ സർ, താങ്ക് യു. ഓക്കെ, കേരോ. ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹലോ,
അമ്മ, എനിക്ക് അമ്മോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ മോളെ? അപ്പയും അമ്മയും ലവ് മാരേജ് ആയിരുന്നില്ലേ? ഫസ്റ്റ് അപ്പ പറഞ്ഞോ അതോ അമ്മ പ്രപ്പോസ് ചെയ്തോ? നിന്റെ അച്ഛൻ പോലീസൊക്കെയാ, പക്ഷെ എന്നോട് സംസാരിക്കാൻ പേടിയാ. പുള്ളി എങ്ങനെ എന്നെ പ്രപ്പോസ് ചെയ്യാനാ? എന്നിട്ട് പിന്നെന്താ, ഞാൻ തന്നെ അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തേ. ഞങ്ങളുടെ സ്നേഹം വീട്ടിലെല്ലാം അറിഞ്ഞ് വലിയ പ്രശ്നമായെന്നേ. അപ്പോ അമ്മയും കൊണ്ട് ഒളിച്ചോടുമായിരുന്നു അപ്പ? രാത്രിക്ക് രാത്രി ഞാൻ തന്നെയാ നിന്റെ അച്ഛനെയും കൊണ്ട് ഓടി വന്നേ. എന്റെ അപ്പ, നിങ്ങളുടെ ലവ് സ്റ്റോറി സൂപ്പർ തന്നെ, പൊളിച്ചിട്ടുണ്ട്. മോളെ, നിന്നോടൊരു കാര്യം ചോദിക്കണം. ചോദിക്കമ്മേ. ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ? പയ്യന്റെ വീട്ടിൽ സംസാരിച്ച് നിന്റെ പ്രൊഫൈലും അയച്ചു കൊടുത്തു, അവരെല്ലാം ഓക്കെയാ. നീ എന്താ പറയുന്നേ? അമ്മ പ്ലീസ്, ഈ ടോപ്പിക്കിനെ കുറിച്ച് എന്നോട് സംസാരിക്കരുത്. എന്നെ വെറുതെ വിട്. എന്നെ നോക്കാൻ എനിക്ക് അറിയാമേ. പ്ലീസ് ലീവ് മീ. ഏയ് മോളെ, ഏയ്, എപ്പോ കല്യാണത്തിന്റെ കാര്യം സംസാരിച്ചാലും ഇങ്ങനെ തന്നെയാ അവള്. എടി ചിത്ര, എത്ര തവണ പറയണം പറയാതെ ഈ ബിൽഡിംഗ് വിട്ട് എവിടെയും പോകരുതെന്ന്? അപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത്. ഒന്നുമില്ല, വെറുതെയാ. അവിടെ എന്താന്ന് നോക്കാൻ വേണ്ടി പോയതാ ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. ഞാൻ അവിടുന്ന് പേടിച്ച് തിരിച്ചു പോരായിരുന്നു. എനിക്കും ആ സംശയമുണ്ട്. ഇനി എന്നോട് ചോദിക്കാതെ ആരും അങ്ങോട്ട് പോവാൻ നിൽക്കണ്ട. എനിക്കും നല്ല പേടി തോന്നുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സംതിങ് റോങ്. അവിടുന്ന് വന്നതിന് ശേഷം എനിക്ക് നല്ല പേടിയുണ്ട്. ചുമ്മാ ഓരോന്ന് പറയാതെ മിണ്ടാതിരിക്കട്ടെ. കണ്ണാടി ഒന്ന് അയക്കണം. നിന്നെ കാണുമ്പോഴായിരിക്കും കൂടുതൽ പേടി തോന്നുന്നത്. ചേട്ടാ, ഒന്ന് അടങ്ങിയിരിക്കാൻ നോക്ക്. പെണ്ണുങ്ങളുടെ മുമ്പിൽ നാണം കെടുത്താതെ. ഞാനാണെങ്കിൽ പേടി കാണാതിരിക്കാൻ ഈ കണ്ണാടി വെച്ചത്, അറിയോ? ഭയം കൊണ്ട് ആരെങ്കിലും കണ്ണാടി ഇടുവാടാ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ കണ്ണാടി ഞാൻ പൊട്ടിച്ചില്ലെങ്കിൽ കണ്ടോ? ചേട്ടാ, ഡിന്നർ റെഡിയാക്ക്, ചെല്ല്. ഡിന്നറൊക്കെ ഞാൻ ശരിയാക്കി തരാം, പക്ഷെ പ്രേതത്തിന്റെ അടുത്ത് എന്നെ എത്തിച്ചേക്കല്ലേ മോളെ. അയ്യോ, ഒന്ന് ചെല്ല്. ഇയാള് ചുമ്മാ പേടിപ്പിക്കുകയാണല്ലോ. ഡിന്നർ 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 എന്ന് പറഞ്ഞു. സർ, ആ ലേക്ക് കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സർ. PM റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും കിട്ടിയ ഉടനെ തന്നെ ആ കുട്ടി ആരാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ആ കൊലയാളിയുടെ മോട്ടീവ് എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാവും. പക്ഷെ ചെറിയൊരു കൺഫ്യൂഷൻ സർ. അതെന്താണെന്ന് പറ. എന്താ കൺഫ്യൂഷൻ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതാ സാർ ഒരു ചെറിയ സംശയം. പരുദ്ര, ചില കേസുകൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, ചില കേസുകൾ വളരെ സിമ്പിൾ ആയിരിക്കും. കോൺഫിഡന്റ് ആയി ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേ. എന്തെങ്കിലും തെളിവ് കിട്ടാതിരിക്കില്ല. ഷുവർ സർ, താങ്ക് യു. ഹലോ, ആരാത്? ഹലോ, ചോദിച്ചത് കേൾക്കുന്നില്ലേ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ?
സ്വപ്നായിരുന്നു. ആ പറയൂ രുദ്ര, മീരയുടെ മേർഡറിൽ എന്താണ് ഡെവലപ്മെന്റ്? നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല സർ. സ്പോട്ടിൽ നിന്ന് എന്തെങ്കിലും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്പൊ തന്നെ സാറിന് ഫോർവേഡ് ചെയ്യാം സർ. അത് വെച്ചിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് നോക്കാം. ആ ബോഡി കണ്ടിട്ട് മർഡർ അവിടെ വെച്ച് നടന്നതാണെന്ന് തോന്നുന്നില്ല സർ. മർഡർ വേറെ എവിടെ നിന്ന് നടത്തിയിട്ട് പോലീസിനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ബോഡി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്നാ എനിക്ക് സംശയം സർ. സോ ഈ മർഡറുമായിട്ട് എന്തെങ്കിലും ഒരു സംശയം ആരെങ്കിലും ആയിട്ട് എനിക്ക് തോന്നിയാ ഞാൻ ഉടനെ തന്നെ സാറിനെ ഇൻഫോം ചെയ്യാം. അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും കറക്റ്റ് ആയിട്ട് ഞാൻ സാറിനെ ഇൻഫോം ചെയ്യാം. ഓക്കെ സർ. എടി പനിക്കുന്ന പോലെ ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ പോയാലോ? മോളെ, ആശുപത്രിയിലൊന്നും പോണ്ട കാര്യമില്ല. എന്റെ അടുത്ത് നല്ലൊരു മരുന്നുണ്ട്. ഒരു ക്വാർട്ടർ വാങ്ങിക്കൊണ്ട് വന്ന് അതിൽ കുരുമുളക് കൂടിയിട്ട് ഒറ്റ അടി അങ്ങ് അടിച്ചാ മതി, എല്ലാം പോവും. അപ്പോ എന്റെ അപ്പം പറഞ്ഞെന്ന വൈദ്യം തന്നെയാണ് മോളെ ഇത്. ചേട്ടാ, എനിക്കും കൂടെ അവൾക്ക് കുരുമുളക് റമ്മിലിട്ട് കൊടുക്കണമല്ലോ, എനിക്ക് തന്നൂടെ? നിനക്ക് വിശത്തില് നല്ല പെപ്പർ കലക്കി ഞാൻ തരാം കേട്ടോ. ഒറ്റയടിക്ക് കുടിച്ചോ, മേലോട്ട് അങ്ങനെ തന്നെ പോയിക്കോളൂ. ഇവനെയൊക്കെ വിശപ്പിന് എന്തെങ്കിലും കൊണ്ടുപോവാ. എന്തോന്ന് വിഷം വെച്ച് കൊണ്ടുവരാന്? ചെവിയും പോയോ? എല്ലാം പോയി മോളെ. പോയി കഴിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോവാ. രസമല്ലേ? ഞാൻ ഇപ്പം കൊണ്ടുവരാം. ഒരുപാട് അപമാനിക്കുക. മാഡം, മുരുകേശനെ സംസാരിക്കുന്നത്. പറയൂ മുരുകേശൻ. മാഡം, കഴിഞ്ഞ ദിവസം കിട്ടിയ ഡെഡ് ബോഡിയുടെ റിപ്പോർട്ടെല്ലാം വന്നിട്ടുണ്ട് മാഡം. ഫിംഗർ പ്രിന്റ് വെച്ച് ആ പെണ്ണ് ആരാണ് എന്താണെന്നുള്ള വിവരമെല്ലാം കിട്ടിയിട്ടുണ്ട് മാഡം. പെൺകുട്ടിയുടെ പേര് മീര. ഒരു 3 മാസം മുമ്പ് ഈ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ടില് DNA റിപ്പോർട്ട്സും ഫിംഗർ പ്രിന്റ്സും ആ കുട്ടിയുടെ ആയിട്ട് കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പെൺകുട്ടിയുടെ പാരന്റ്സിനോട് സ്റ്റേഷനിലേക്ക് ഒന്ന് വരാൻ പറയൂ. അവര് ബോഡി ഒന്ന് ഐഡന്റിഫൈ ചെയ്യട്ടെ. കറക്റ്റ് മാഡം. മാഡം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്റെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ? ഐ നോ എവറിത്തിങ് മുരുകേശൻ. ഒരു നാട്ടില് വലിയൊരു മഹാറാണി ഉണ്ടായിരുന്നു. അവരെങ്ങനെയായിരുന്നു മുത്തശ്ശി? എന്റെ അമ്മയെ പോലെ തന്നെ ഉണ്ടായിരുന്നോ? അമ്മയെ പോലെ തന്നെയാണെന്ന് മോളങ്ങ് വെച്ചോ. ആ മഹാറാണി നാടിനും നാട്ടുകാർക്കും എല്ലാം നല്ലത് ചെയ്ത് നാടിന്റെ തന്നെ ഒരു കാവൽ മാലാഖയായി മാറി. അങ്ങനെയുള്ള മഹാറാണിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയോ? ഹായ് പ്രിയ. ഹായ് ദീക്ഷ. ദീക്ഷ, കം കം. നീ വന്നോ? ഹായ് ചിത്ര. How are you? നീ എന്നോട് വാക്ക് പോലും പറയാതെ നിങ്ങൾ എല്ലാരും കൂടെ കൊടക്കനാലിലേക്ക് പോകുന്നുല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു കോൾ ചെയ്യായിരുന്നില്ലേ? സോറിഡി, പെട്ടെന്നായിരുന്നു പ്രോഗ്രാം, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല. നിന്നെ ഞങ്ങൾ വിളിച്ചു നോക്കിയതാ, പക്ഷെ അൺറീച്ചബിൾ ആയിരുന്നു. പെട്ടെന്ന് തീരുമാനിച്ചതാടി, അതുകൊണ്ട് ഇങ്ങ് പോന്നു. നീ പെണങ്ങല്ലേ? 2 ദിവസം നിന്നെ നന്നായിട്ട് മിസ് ചെയ്തടി. ഇതൊക്കെ കുറച്ച് അധികം കേട്ടോ. എന്നോടൊരു വാക്ക് പോലും പറയാതല്ലേ നിങ്ങൾ കൊടക്കനാലിലേക്ക് വന്നത്? എന്നൊന്ന് വിളിക്കായിരുന്നില്ലേ? അതല്ലേ വന്നപ്പോ തന്നെ നിന്നെ വിളിച്ചു പറഞ്ഞത്. ശരി, നീ ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ശരി. ഇനി ഇതിന്റെ പേരിൽ പിണങ്ങാൻ നിക്കല്ലേ? ശരി, ഓക്കെ. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ഡിന്നർ എടുത്തു വെച്ചോ. അങ്ങനെ അവളും നമ്മുടെ ടീമിൽ എത്തിയല്ലേ? ഓക്കെ അല്ലേടാ നിനക്ക്? എനിക്ക് ഡബിൾ ഓക്കെ. ഡോക്ടർ, ആ ലേക്കിൽ നിന്നെടുത്ത ഡെഡ് ബോഡിയുടെ PN റിപ്പോർട്ട്സ് കണ്ടതനുസരിച്ച് ആ കേസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാവോ? ഷുവർ മാഡം. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ആ കുട്ടിയുടെ ദേഹത്ത് പറ്റിയ ബ്ലഡിന്റെയും മുറിവിന്റെ ആഴം വെച്ച് നോക്കുമ്പോൾ DNA ടെസ്റ്റില് അതൊരു ഗ്യാങ് റേപ്പ് ആണെന്ന് മനസ്സിലായത്. എന്ത് ഗ്യാങ് റേപ്പോ? യെസ് മാഡം. എക്സാക്ട് എത്ര പേരുണ്ടായിരിക്കും സർ? DNA ടെസ്റ്റ് വെച്ച് നോക്കിയാ 3-4 പേര് റേപ്പ് ചെയ്തിട്ടുണ്ട്. ഇവന്മാർ ആ കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ഗ്യാങ് റേപ്പ് ചെയ്തിട്ടുണ്ട്. ശരീരത്തിന്റെ പല ഭാഗങ്ങളും വികൃതമാക്കിയിരിക്കുക. അത്ര ഭീകരമായിട്ടാണ് അവന്മാർ ആ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത്. ആ കുട്ടി അവന്മാർ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ കുട്ടി കുറച്ച് അധികം നേരം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ചുറ്റിയിൽ വെച്ചിട്ട് മുഖമെല്ലാം അടിച്ച് വികൃതമാക്കി. മുഖം തിരിച്ചറിയാത്ത രീതിയിൽ ചതച്ചു കളഞ്ഞു.
ഭയങ്കര ക്രൂരമായിട്ടാ കൊന്നിരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ ഏജ് എത്രയുണ്ടായിരിക്കും ഡോക്ടർ? ആക്ച്വലി 23 24 വയസ്സായിരിക്കാം. ഹൈറ്റ് ഒരു 5.5 ഉണ്ടാവും. ഓക്കെ ഡോക്ടർ, എക്സാക്ട്ലി ഈ മർഡർ എപ്പോൾ നടന്നു എന്ന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? യെസ് മാഡം, എക്സാക്ട്ലി ഒരു 3 മാസം മുമ്പായിരിക്കും ഇത് നടന്നിരിക്കുന്നത്. ബോഡി വെള്ളത്തിനകത്ത് കിടന്നതുകൊണ്ട് അത് ഡീകമ്പോസ് ആയി സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ കേസ് എൻ്റെ സർവീസിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കൊല്ലുന്നതിന് മുമ്പ് ആക്ച്വലി ആ കുട്ടിക്ക് മദ്യവും മയക്കുമരുന്നും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. യെസ് മാഡം, ഒരു സ്മോൾ റിക്വസ്റ്റ്. പറയൂ സർ. ഈ കേസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വേഗം പ്രതികളെ പിടിക്കണം. ഷുവർ ഡോക്ടർ. ഓക്കെ, താങ്ക്സ് മാഡം. താങ്ക് യു. ഏയ് ചിത്ര പറയടി. ഹേ അമൃത, നിങ്ങൾ ആരും നിങ്ങളുടെ പേരൻസിനെ അറിയിക്കാതെ നേരെ കൊടൈക്കനാൽ വന്നു. ഇപ്പൊ അവരെല്ലാരും എന്നെ വിളിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരാവശ്യത്തിന് കൊടൈക്കനാൽ വരെ വന്നതാ. നീ ഇതെങ്ങനെയെങ്കിലും എന്റെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കി ഇതൊന്ന് തൽക്കാലത്തേക്ക് മാനേജ് ചെയ്തു തരണം. ചിത്ര, നീ വേണം എന്നെ സഹായിക്കാൻ. ഓക്കെടി, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ നോക്കിക്കോളാം, വിട്ടേക്ക്. ഞാൻ നോക്കിക്കോളാം. ശരി ശരി, ഓക്കെ. പറയൂ മോളെ. അപ്പൊ എവിടെയുള്ളത്? ഞാനിവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ വന്നാ മോളെ. മോളുവിനെ ട്യൂഷന് കൊണ്ടുപോകണം. ഒന്ന് വേഗം വരൂ അപ്പ. അമ്മുവിനെ റെഡിയാക്കിക്കോ മോളെ. ഞാൻ 10 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തിക്കോളാം മോളെ. ഓക്കെ. ശരി മോളെ. ഓക്കെ. ആരാ? മീരയെക്കുറിച്ച് ഒന്നും ഒളിക്കാതെ എന്നോട് പറഞ്ഞെങ്കിൽ മാത്രമേ മീരയുടെ കൊലയാളി ആരാണെന്നുള്ളത് എത്രയും വേഗം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കൂ. എന്താ നടന്നെന്ന് പറയാം. എന്റെ മകൾ മലയോരവാസികളുടെ ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി ഇടയ്ക്കിടെ ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. അതുപോലെ 3 മാസം മുന്നെയാണ് കൊടൈക്കനാലിൽ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി അവള് പോയത്. അതിനുശേഷം ഒരു വിവരവും ഇല്ല. ഫോണും സ്വിച്ച് ഓഫ് ആണ്. അതാ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ മോളെ ഇങ്ങനെ ചെയ്തവർക്ക് മോള് തന്നെ തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഓക്കെ, മീരയുടെ പേഴ്സണൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ബോയ് ഫ്രണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല മാഡം. എന്റെ മോള് പാവമാണ് മാഡം. നിങ്ങൾക്ക് ആരുടെയെങ്കിലും മേല് സംശയമുണ്ടോ? ഇനി ഞങ്ങൾ സംശയിച്ചിട്ട് എന്താ കാര്യം മാഡം? അവളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. കുട്ടിയുടെ ക്ലോസ് ഫ്രണ്ട്സ്, അതുപോലെ റിലേറ്റീവ്സ്, അങ്ങനെ ആരോടെങ്കിലും? എല്ലായിടത്തും അന്വേഷിച്ചതാ മാഡം. ആർക്കും അറിയില്ലെന്നാ പറയുന്നത്. പക്ഷേ മീരയുടെ ഫ്രണ്ട് ചിത്രയെ ഞാൻ വിളിച്ചായിരുന്നു മാഡം. അവളെപ്പറ്റി അന്വേഷിച്ചു. അവളും അറിയില്ലെന്നാ പറഞ്ഞു. ഓക്കെ, മോളുടെ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞേ. 79011418. ഓക്കെ, ഞാൻ എപ്പോ വിളിച്ചാലും നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നിരിക്കണം. ശരി മാഡം. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മീരയുടെ കുറ്റവാളി എനിക്ക് എത്രയും വേഗം തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ മാഡം. ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, വിഷമിക്കാതിരിക്കെ. ശരി മാഡം. ശരി. പറയൂ മുരുകേശൻ. മാഡം, നിങ്ങൾ കൊടുത്ത നമ്പർ ട്രാക്ക് ചെയ്ത് ചെക്ക് ചെയ്തിട്ടുണ്ട് മാഡം. ഓക്കെ. ആ നമ്പറിൽ നിന്ന് പലതവണ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് മാഡം. അവരുടെ ഫ്രണ്ട്സിനെ വിളിച്ച് ചോദ്യം ചെയ്താൽ എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും മാഡം. മുത്തുവേൽ, മീരയുടെ മർഡർ കേസിൽ അവളുടെ ഫ്രണ്ട്സിന്റെ നമ്പർ വെച്ച് അവളുടെ ഫോൺ ഹിസ്റ്ററി ചെക്ക് ചെയ്ത്
അവളുടെ ക്ലോസ് ഫ്രണ്ട്സും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് എൻക്വയറി ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടോ? മാഡം, മീരയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചിത്ര, പ്രിയ, ദീക്ഷ, ഈ 3 പേരെ ഞാൻ ചോദ്യം ചെയ്തതാ. ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാ. ഒരു മർഡറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ഈ ഓഫീസിലാണല്ലോ വർക്ക് ചെയ്തിരുന്നത്. സോ നിങ്ങൾക്ക് മീരയെ കുറിച്ചുള്ള അഭിപ്രായം എന്തൊക്കെയാണ്? അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? ഓഫീസിൽ വർക്ക് ചെയ്തുള്ള പരിചയമുള്ളൂ, അല്ലാതെ മീരയെ പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. ആള് ഓഫീസിൽ സൈലന്റ് ആയി വരും പോകും, അത്രേ അറിയുള്ളൂ സാർ. മീരയ്ക്ക് ആരെങ്കിലും ബോയ് ഫ്രണ്ട്സ് ഉള്ളതായി എന്തെങ്കിലും അറിവുണ്ടോ? ആ സാർ, അവൾക്കൊരു പയ്യൻ ഇഷ്ടായിരുന്നു. അത് റീസെന്റ് ബ്രേക്കപ്പ് ആയി എന്നാ പറഞ്ഞ്. അത് എന്താ കാര്യമൊന്നും എനിക്കറിയില്ല സാർ. അവനൊരു സൈക്കോ ആണ് സാർ. അവനൊരു സാഡിസ്റ്റ് ആണ്. മീരയോട് അവൻ തെറ്റായിട്ടെന്തോ പെരുമാറാൻ ശ്രമിച്ചു. അതുകൊണ്ടായിരിക്കും ബ്രേക്കപ്പ് ആയത്. ഈ മർഡറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോ വിളിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കേ, ഷുവർ സാർ. അതിനുശേഷം ഞാൻ ചിത്രയെ പോയി മീറ്റ് ചെയ്ത് മീരയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോടും കുറെ കാര്യങ്ങൾ അന്വേഷിച്ചു. അതുപോലെ തന്നെ ആ ഗസ്റ്റ് ഹൗസിൽ ജോലി ചെയ്തിരുന്ന വേലക്കാരനോടും മീരയുടെ ഫോട്ടോ കാണിച്ച് എൻക്വയറി ചെയ്തു. ഞാൻ ചോദ്യം ചെയ്യുന്ന സമയത്തൊന്നും അവർക്കൊരു പതർച്ചയോ ഭയമോ ഒന്നും ഉണ്ടായിരുന്നില്ല മാഡം. അവരെ സസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നേ. നിങ്ങൾക്ക് പോവാം. പ്രിയ, അകത്തേക്ക് വരട്ടെ? ആ കേറി വന്നല്ലോ, എന്തിനാ ഇനി ചോദിക്കുന്നേ? ഒന്നുമില്ല, എന്താ ചെയ്യുന്നതെന്ന് ചുമ്മാ നോക്കാൻ വേണ്ടി വന്നതാ. കണ്ടല്ലോ, ഇനി പോ. കാർത്തി, ദീക്ഷയെ നമ്മളല്ലേ ബർത്ത്ഡേ പാർട്ടിക്ക് കൂടാൻ വേണ്ടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ? എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അവൾ എവിടേക്കോ പോയി. അയ്യോ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ പേരൻസിനോട് നമ്മൾ എന്ത് പറയും? കിച്ചണിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അവളെ കാണത്തില്ല. ഒന്ന് വേഗം വാടി. റിട്ടയർഡ് ആയാലും ഇല്ലെങ്കിലും 24 മണിക്കൂറും കിച്ചണിലും ഡൈനിങ് ടേബിളിലും ഇങ്ങനെ നടപ്പാ നിങ്ങളെ. എപ്പോ നോക്കിയാലും ഇഡ്ലിയും ചട്നിയും സാമ്പാറും മാത്രമേ ഉള്ളൂ. വേറെന്താ? നല്ല ഞണ്ടും ചെമ്മീനും ഒക്കെ വറുത്ത് നല്ല എരിവോട് കൂടി തന്നൂടെ നിനക്ക്? ഉണ്ടാക്കി തരാം. മോൾക്കൊരു ഇഡ്ലി വെക്ക്, അവക്ക് ഡ്യൂട്ടിക്ക് പോകണം. മുത്തശ്ശി, എനിക്ക് 2 ഇഡ്ലി. മോള് വെയിറ്റ് ചെയ്യേ, ഇപ്പൊ ചൂടായിട്ട് കൊണ്ടുവരാം. ഇങ്ങോട്ട് നോക്കെന്റെ പൊന്നുമോളെ, നീ ഡയറ്റിലിരുന്നാ നിനക്ക് അമ്മയെ പോലെ പോലീസ് ഓഫീസർ ആകാം. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാ എന്നെ പോലെ ഇങ്ങനെ കേട്ടില്ലേ മമ്മി? ആ, കഴിക്കുമോളെ. എന്താ മോളെ അപ്സെറ്റ് ആയിരിക്കുന്നത്? ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ലപ്പാ, ആ ലേക്ക് മർഡേഴ്സിന്റെ ഇൻചാർജ് എടുത്തേ പിന്നെ വല്ലാത്തൊരു ടെൻഷൻ പോലെ. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ സാധാരണയാ, മനസ്സിലായോ? നീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കേസില് ഡെപ്ത് ആയിട്ട് നീ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഒരു ചെറിയ ക്ലൂ നിനക്ക് കിട്ടും. ആ ക്ലൂ ആണ് ഈ കേസിലെ കീ. ഈ കേസില് നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിക്കും, ഞാൻ ക്ലിയർ ആക്കി തരാം. കഴിക്കുമോളെ. എന്താ പറ്റിയേ? പറ, സമാധാനായിട്ടിരിക്കേ. എന്താ പറ്റിയേ? നീ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോ. ഒന്നുമില്ല, പേടിക്കണ്ട, എല്ലാം ശരിയോ? രുദ്ര, കേസിന് നമുക്ക് എന്തെങ്കിലും ലീഡ് കിട്ടിയോ? യെസ് സർ, ഇതുവരെ കിട്ടിയ ലീഡ് വെച്ച് ഞങ്ങൾ എല്ലാ പ്രോട്ടോകോൾസും കറക്റ്റ് ആയിട്ട് തന്നെ ലീഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെ ആക്ഷൻ എടുത്തത്? ഈ കേസില് ഇവരും എന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഐ സി. മാഡം, അക്യൂസ്ഡ് ആയ ഡാറ്റാ ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും പുതിയ ടീമായിരിക്കും. ഈ മർഡർ എവിഡൻസ് ഇല്ലാതെ വളരെ പ്ലാൻ ചെയ്താ ചെയ്തിരിക്കുന്നത്. മാം, മീരയുടെ സെൽഫോൺ IME നമ്പർ വെച്ച് കണ്ടുപിടിക്കുമെന്ന് ഓർത്ത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അക്യൂസ്ഡ് ചിലപ്പോൾ സെൽഫോൺ വരെ നശിപ്പിച്ചിട്ടുണ്ടാവില്ലേ? കുറ്റവാളി എത്ര ബ്രില്യന്റ് ആണെങ്കിലും പോലീസ് എപ്പോഴും അയാളുടെ ബ്രില്യൻസിനേക്കാളും ഒരു പടി കൂടുതൽ ചിന്തിക്കണം. ആ കുറ്റവാളി ആരാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ എവിടെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ അയാൾ ക്ലോസ് ആയി വാച്ച് ചെയ്യുന്നുണ്ടോ. ഞാൻ മീരയുടെ പാരന്റ്സിനോട് സംസാരിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞതനുസരിച്ച് ഹിൽ സ്റ്റേഷൻസിൽ പോയി ഡോക്യുമെന്ററികൾ എടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നൊരു കുട്ടിയായിരുന്നു മീര.
അത് മാത്രമല്ല സ്റ്റേക്ക് വേണ്ടിയിട്ട് ഹോട്ടൽസ് റിസോർട്ട്സ് ഇവിടെയെല്ലാം ആ കുട്ടി റൂമും എടുത്തിട്ടുണ്ടാവും. സോ 3 മാസത്തിനുള്ളില് കൊടൈക്കനാലിലെ ഹോട്ടൽസ് റിസോർട്ട്സ് കോട്ടേജസ് ഇവിടെയെല്ലാം ഒന്ന് എൻക്വയറി ചെയ്ത് അതിന്റെ റിപ്പോർട്ട്സ് എനിക്ക് കിട്ടണം. അതുപോലെ എൻക്വയറിക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ജീപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ മാഡം. ഞാൻ എൻക്വയറി തുടങ്ങിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം മാഡം. ഓക്കെ. എൻക്വയറിക്ക് വേണ്ടി ഒരു ടീമായിട്ട് പോവാതെ സ്പ്ലിറ്റ് ആയിട്ട് 2 ആയിട്ട് പോവും. ഓക്കെ മാഡം. ഓക്കെ. എന്താ സർ, എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ഇല്ലെന്നേ. ആ മേഡറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമെന്ന് വിചാരിച്ചാ, പക്ഷെ ഒന്നും തന്നെ കിട്ടുന്നില്ലെന്നേ. നിങ്ങളാണ് ഈ ഹോട്ടലിന്റെ മാനേജർ? അതെ സർ. നിങ്ങളുടെ പേര് എന്തിനാ സർ? പറയടോ. ജയശീലൻ. ഈ കുട്ടി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇതൊരു സാധാരണ കൊല പോലെ എനിക്ക് തോന്നുന്നില്ല. ആരോ എന്തോ മുൻകൂട്ടി തീരുമാനിച്ച് ചെയ്താണ്. സംതിങ് റോങ്. ഇല്ല സർ. നല്ലപോലെ നോക്കിയിട്ട് വേണം പറയാൻ. കണ്ടിട്ടില്ല സർ. ഈ കുട്ടി ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ടോ? ഇതുവരെ ഇല്ല സർ. 3 മാസം മുമ്പ് ഇവിടെ താമസിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് പറയാം. അങ്ങനെ ആരും നിന്നിട്ടില്ല സർ. സർ, ഒരുപക്ഷെ സീരിയൽ കില്ലർ ആയിരിക്കും. സർ, ഒരുപക്ഷെ വല്ല പ്രേതവിശ്വാസമൊക്കെ ആയിരിക്കും. പൊട്ടത്തരം പറയല്ലേ സർ. ഈ നാട്ടില് പേയ് പിശാചിന്റെ ശല്യം ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സർ. ഒരുപക്ഷെ അവര് പറയുന്ന പോലെ സത്യമായിരിക്കുമോ? ഏയ്, ആരടാ നീ ഈ കാലത്തും പ്രേതവും വിശ്വാസം പറഞ്ഞു? വാ. ഈ ഹോട്ടലിലെ CCTV ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് സാർ. എല്ലാം റെക്കോർഡാണ്. ഞങ്ങൾക്ക് ആ ഫൂട്ടേജ് ഒന്ന് കാണണം. കണ്ടോളൂ സാർ. വാടോ. മാഡം, ഈ ഹോട്ടലിലെയും CCTV ഫൂട്ടേജ് എല്ലാം ഞങ്ങൾ വ്യക്തമായിട്ട് ചെക്ക് ചെയ്തു. പക്ഷേ ഒരു എവിഡൻസും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടില്ല. എന്നൊരു കാര്യം ചെയ്യേ, അവിടെയുള്ള ടൂറിസ്റ്റ് ഗൈഡ്സ്, Okay, madam. ലോക്കൽ ഡ്രൈവേഴ്സ്, ചായക്കട, Okay, madam. ഇവിടെയൊക്കെ മീരയുടെ ഫോട്ടോസ് ഒന്ന് കാണിച്ച് ഒന്നൊരു എൻക്വയറി നടത്ത. അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ഫോളോ ചെയ്തോണ്ടിരിക്കുക മാഡം. അവിടെയും ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യേ. ഓക്കെ. പറയും മുരുകേശൻ. മാഡം, നിങ്ങൾ പറഞ്ഞ പോലെ കൊടൈക്കനാലില് അധികം ടൂറിസ്റ്റ് വന്നു പോകുന്ന സ്ഥലത്ത്, അത് എല്ലാ സ്ഥലത്തും പൂമ്പാറ, കൂകൽ, മണ്ണമല്ലൂർ, കൗഞ്ചി, വടകൗഞ്ചി, പുളിയൂർ, അവിടൊക്കെയുള്ള ഹോട്ടൽസ്, റിസോർട്ട്, കോട്ടേജസ് എല്ലായിടും ഞങ്ങൾ ചെക്ക് ചെയ്തു. അതുപോലെ ലോക്കൽ ടൂറിസ്റ്റ് ഗൈഡ്, കുതിര ഓടിക്കുന്നവൻ, കാർ ഡ്രൈവേഴ്സ്, അവർക്കെല്ലാം ഫോട്ടോ കാണിച്ച് ഞങ്ങൾ ചോദിച്ചിരുന്നു മാഡം. ആർക്കും ഒന്നും അറിയില്ലെന്നാ പറയുന്നത് മാഡം. ഒരു എവിഡൻസും കിട്ടിയില്ലല്ലോ മാഡം. ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ് ഫസ്റ്റ്. ഹലോ. ഗുഡ് മോർണിംഗ് മാഡം. നമ്മുടെ ലിമിറ്റില് എപ്പോഴാണോ ട്രാക്ക് മാറി കേസ് വന്നത് അന്ന് മുതൽ അവിടെ പോ ഇവിടെ പോ എന്ന് പറഞ്ഞ ശല്യം തന്നെ. ചായ ഉണ്ടോ വേഗം? ഈ പോലീസ് ജോലിയെക്കാളും ഇതുപോലൊരു ചായക്കട വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ചായ എടുത്തിട്ട് എത്ര നേരം? സാർ, ഈ കടയിലെ വട സൂപ്പറാ. നല്ല ചൂട് വടയാ. ഈ കേസിലെ ട്വിസ്റ്റ് എന്താണെന്ന് അന്വേഷിക്കുന്നതിന് പകരം എവിടാണ് ചൂട് ബജിയും വട ഉണ്ടെന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പോയി വാങ്ങിച്ചിട്ട് വാ. പോ. ശരി സാർ. അയ്യോ, വട ചോദിച്ച എന്നെ വേണം തല്ലാൻ. മാഡം പറഞ്ഞ കേട്ടല്ലോ. ശരി സാർ. ഈ കേസ് കാരണം ഭയങ്കര ടെൻഷൻ ആയിരിക്കുക. നമ്മളെ പേപ്പർ കീറുന്നില്ല, കഷ്ണം കഷ്ണമായിട്ട് കീറിക്കണം. വാ വേഗമാ, വണ്ടി കയറാൻ നോക്കും. ആയിക്കോട്ടെ സാർ.
നാരായണ, വരുമ്പോൾ നിന്റെ ഗസ്റ്റ് ഹൗസ് കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഗസ്റ്റ് ഹൗസ് എനിക്ക് നീ രജിസ്റ്റർ ചെയ്തതാ. ഗസ്റ്റ് ഹൗസ് ഇരിക്കുന്ന ലാൻഡിന്റെ വാല്യൂ എത്രയാണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? 100 കോടി രൂപയാ. അത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. സോറി സാർ. എക്സ്ക്യൂസ് മീ സർ. യെസ്. വാരുദ്ര, ടേക്ക് യുവർ സീറ്റ്. ഇരിക്കേ. ഹലോ സർ. വാരുദ്ര, മീര മർഡറിന്റെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. ഐ ആം വെരി പ്രൗഡ് ഓഫ് യു. ഇങ്ങനെ തന്നെ വേണം. ഒരു കേസ് കിട്ടിയാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പെട്ടെന്ന് കേസും ക്ലോസ് ചെയ്യണം. ACP മിസ്റ്റർ ദുരൈആനന്ദ് ഈ കേസിലുള്ള നിങ്ങളുടെ ഇൻവോൾവ്മെന്റിനെ പറ്റി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ. വാരുദ്ര, ഈ മർഡർ കേസിന്റെ മോട്ടിവേഷൻ എന്താ? അക്യൂസിനെ പിടിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ലീഡ് കിട്ടിയിട്ടുണ്ടോ? മീരയുടെ മർഡർ കൃത്യമായി എപ്പോ എവിടെ വെച്ച് സംഭവിച്ചെന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? അത് മീരയുടെ ബോഡി തന്നെയാണെന്ന് അവരുടെ ഫാമിലിയും പാരന്റ്സും എല്ലാം കൺഫേം ചെയ്തിട്ടുണ്ട് സർ. ബട്ട് കുറ്റവാളികളെ പിടിക്കുന്നതിനുള്ള യാതൊരു എവിഡൻസ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സർ. ഓക്കെ രുദ്ര, ഒരു സ്ട്രോങ് ആയ എവിഡൻസ് കിട്ടിയിട്ട് അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് കാണണം. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പപ്പോ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ സർ, ഷുവർ. മോളെ, ഈ പ്രേതവും ആത്മാവും ഒക്കെ സത്യമാണോ മോളെ? ഞാനൊരു സൈക്യാട്രിക് ഡോക്ടറാ. ആണുങ്ങളുടെ ചിന്തയൊക്കെ എനിക്ക് മനസ്സിലാവും. അതുപോലെ ആത്മാക്കളുടെ മാനസിക നിലയും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ പ്രേതം ശരിക്കും ഉണ്ടോ? യെസ്, വിശ്വസിച്ചേ പറ്റൂ. ആശകൾ നിറവേറ്റാതെയാണ് മനുഷ്യർ മരിക്കുന്നതെങ്കിൽ അവരുടെ ആത്മാക്കൾ അവിടെ തന്നെ ചുറ്റിത്തിരിയും. അത് മാത്രല്ല, അവരുടെ ആശകൾ നിറവേറ്റാൻ അവരെന്ത് വേണേലും ചെയ്യും. ആത്മാക്കളെ ആർക്കും കാണാൻ പറ്റില്ല. എന്തിന്, നിന്റെ പുറകിൽ പോലും നിൽക്കുന്നുണ്ടാവും. എന്നെ എന്തിനാടാ നോക്കുന്നത്? നിങ്ങളുടെ പുറകിലും ഉണ്ടാവും. അതുപോലെ ചിലപ്പോ എന്റെ പുറകിലും ഉണ്ടാവാം. അയ്യോ, നീ പറഞ്ഞ പോലെ ആ പ്രേതം അവിടെ തന്നെ നിൽക്കുന്നുണ്ട് മോളെ. അയ്യോ, നീ എന്തെങ്കിലും കാണുന്നുണ്ടോടാ? എന്താ നോക്കുന്നേ? ഏയ്, നല്ല കണ്ണ് തുറന്ന് നോക്കടാ. ഈ കണ്ണാടി ഇട്ടിട്ടാടാ നിന്റെ കാഴ്ച മൊത്തം പോയത്. ശരിക്കും നോക്കടാ. അതെ, അത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ജോലിയല്ലേ എനിക്ക്. അയ്യോ, എന്റെ കണ്ണിന് കാണുന്നുണ്ട്, ഇവന് കാണാത്തോണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പോവാണേ. അയ്യോ, എന്റെ പേര് പ്രിയ. ഞാൻ ചെന്നൈയിലെ സൈക്യാട്രിസ്റ്റാ. ഞാൻ ഈ കൊടൈക്കനാലിലേക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ട്രിപ്പ് വന്നതാ. ഞാൻ ഈ റിസോർട്ടിൽ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ എന്തോ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ഞാൻ എത്രയോ കേസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് ഞാൻ എവിടെ നിന്ന് ആരംഭിച്ചോ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നത്. DNA ടെസ്റ്റില് അതൊരു ഗ്യാങ് റേപ്പ് ആണെന്ന് മനസ്സിലായത്. ബട്ട് ഈ കേസ് എനിക്കൊരു ചലഞ്ചിങ് തന്നെയാണ്. 3 മാസം മുന്നെയാണ് കൊടൈക്കനാലിൽ ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടി അവള് പോയത്. എന്താ സംഭവിക്കുന്നേ? ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുള്ളതുപോലെ. ഒരു സ്ട്രോങ് ആയ എവിഡൻസ് കിട്ടിയിട്ട് അക്യൂസിനെ അറസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് കാണണം. ഈ കേസിന്റെ കരിയറിൽ ഒരു പ്രധാനപ്പെട്ട കേസാ. ഇതെനിക്ക് ജയിച്ചേ മതിയാവും. എല്ലാം ഞാൻ എൻക്വയറി ചെയ്തിട്ടുണ്ട്. എന്നിട്ടും കുറ്റവാളിയെക്കുറിച്ച് ഒരു ലീഡും എനിക്ക് കിട്ടിയിട്ടില്ല.
മുരുകേശൻ, മാഡം, ഈ മീരയുടെ കൊലപാതകം നമുക്കൊരു തലവേദന തന്നെയായിരിക്കും. മാഡം, ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരുടെയും മൊഴി എടുത്തു മാഡം. ഒരു ക്ലൂ പോലും കിട്ടിയില്ലല്ലോ മാഡം. I see. മാഡം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഒരു തെളിവും കിട്ടിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അക്യൂസിന്റെ ഫിംഗർ പ്രിന്റ് ബോർഡ് ഡാറ്റയിൽ മാച്ച് ചെയ്ത് നോക്കി, പക്ഷെ ഒന്നിലും മാച്ച് ആയിട്ടില്ല. ഈ കേസിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു ചെറിയ എവിഡൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ തന്നെയും നമുക്ക് കുറ്റവാളിയെ പിടിക്കാം. മാഡം, ഈ മർഡർ കേസ് നമുക്ക് വേറെ ആംഗിളിൽ മൂവ് ചെയ്ത് നോക്കിയാലോ? മാഡം, ഈ ലേക്കിന് ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളും അരിച്ചു പറക്കി നല്ലതുപോലെ ഞങ്ങൾ നോക്കി. ഒരു എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയില്ല മാഡം. പക്ഷെ ആകെ കിട്ടിയത് ആ ഡെഡ് ബോഡി പറഞ്ഞ ചാക്ക് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത് മാഡം. ഇത് വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാ മാഡം? ഇതൊക്കെ ഒരു എവിഡൻസ് ആണോ? മാഡം, അത് കോഴിയല്ല മാഡം, വെറും ഒരു കോഴിത്തൂവല. അത് വെച്ച് എന്ത് ചെയ്യാനാ? ഈ കേസിന്റെ ഒരു സ്ട്രോങ് എവിഡൻസ് നമുക്ക് കിട്ടിയില്ല. എന്താ മാഡം ഈ പറയുന്നേ? എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും ആ കേസിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടായിരിക്കും എപ്പോഴും. ആ ലൂപ്പ് ഹോൾ ആയത്. മാഡം, ഈ കോഴിപ്പീലി വെച്ച് എങ്ങനെയാ മാഡം അക്യൂസിനെ കണ്ടുപിടിക്കുന്നത്? പറ്റണമല്ലോ. ഈ കേസിന് ഇപ്പൊ ഒരു എവിഡൻസ് കിട്ടിയിരിക്കാം. ഈ തൂവല് വെച്ച് വേണം നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. മാഡം, ഈ കോഴിത്തൂവലും അക്യൂസ്ഡ് ആയ ആളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഇരിക്കണമല്ലോ. കുറ്റവാളിയെ പിടിക്കാൻ ഒരു വലിയ എവിഡൻസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഒരു ചെറിയ ക്ലൂ തന്നെ നമുക്ക് കിട്ടിയാൽ മതി. അതും വളരെ ഇമ്പോർട്ടന്റാ. ഒരു തൂവലാണെന്ന് വിചാരിച്ച് അതിനെ ചീപ്പായിട്ട് കാണാൻ നിൽക്കരുത്. ഈ കേസ് മൂവ് ചെയ്യാനുള്ളൊരു ലീഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ കേസിൽ നമ്മുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. എന്ത് പറ്റി അമ്മക്കുട്ടിക്ക്? എന്താ ഡള്ളായിരിക്കുന്നേ? സ്കൂളിൽ നിന്നൊരു ഹോംവർക്ക് വന്നു. ഞാൻ മമ്മീന്റെ അടുത്ത് ഒരു സ്റ്റോറി എഴുതി തരുമെന്ന് ചോദിച്ചു മുത്തശ്ശി. അതിന് മമ്മി ടെൻഷനിലാണെന്നാ പറഞ്ഞേ. അമ്മ ജോലിയിലല്ലേ, അപ്പൊ അമ്മയ്ക്ക് അതിന്റെ ടെൻഷൻ ഉണ്ടാവില്ലേ? ഒരു കഥ പറഞ്ഞാ പോരെ? ഏത് കഥയാ വേണ്ടേ? അമ്മമ്മ പറഞ്ഞുതരാം. പ്രേതകഥ. പ്രേതകഥയാണോ? പേടിച്ചു പോകുന്ന രീതിയിൽ ഒരു കഥ ഞാൻ പറയട്ടെ, പക്ഷെ നീ പേടിക്കരുത്. ശരി, പറ മുത്തശ്ശി. ആരാ? ഒരു കാട്ടിനുള്ളില് ഒറ്റപ്പെട്ടൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അവിടെ ഒരു ട്രിപ്പിന് പോകുന്നവര് താമസിച്ചിരുന്നു. ആ കൂട്ടത്തിലൊരു പെൺകുട്ടി എന്തോ ഒരു ശബ്ദം കേട്ടു.
ചിലും 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 ചിലുംന്ന് ശബ്ദം എന്താന്ന് നോക്കാൻ പോയപ്പോ അവള് പതുക്കെ പടികളിറങ്ങി നോക്കാനായിട്ട് തുടങ്ങി. പോയി നോക്കിയപ്പോ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നു. ഗിഫ്റ്റ് ബോക്സ് ആണല്ലോ, ഇതാര് വെച്ചുന്ന് ചിന്തിച്ച് അതെടുത്തോണ്ട് വന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ ഈ കേസിനെ ചുറ്റിപ്പറ്റി എന്തോ ഒരു രഹസ്യമുള്ളതുപോലെ. പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മാഡം, ഒരുപക്ഷെ ഈ മീരയെ കൊന്നവൻ സൈക്കോ കില്ലർ ആയിരിക്കുമോ അതോ സീരിയൽ കില്ലർ ആയിരിക്കുമോ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൾ ഇതൊന്നുമല്ല. മോളെ, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടത്? ചേട്ടാ, എനിക്ക് 2 ചപ്പാത്തി മതി. ആ ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് 2 ഇഡ്ഡലി മതി ഏട്ടാ. ഡാ, നീ എന്താടാ എന്നെ ഫിഗറിനെ വിളിക്കുന്ന പോലെ വിസിലടിച്ച് വിളിക്കുന്നേ? അല്ല, എനിക്ക് 2 ഇഡ്ഡലി തരുമോ? അതിന് വിസിലടിക്കണോ? മോളെ, എന്താ മോളെ ഇത്? ഒരു ഭാഗത്ത് പോലീസ് നിൽക്കുന്നു, മറ്റേ ഭാഗത്ത് ദേ അഘോരി സ്വാമി, പിന്നെ ഒരു ഭാഗത്ത് പ്രേതമാ നിൽക്കുന്നേ. മോളെ, ഞാൻ എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലോട്ട് പോയിക്കോട്ടെ മോളെ, എന്നെ വിട്ടേക്ക് മോളെ, ഞാൻ പോവാണ്. എന്റെ ഇഡ്ഡലി. ഡാ, നിന്റെ ശല്യം സഹിക്കാൻ വയ്യായിട്ടാടാ ഞാൻ പോകുന്നത്. ചേട്ടാ, അച്ഛൻ എന്താ പറഞ്ഞിട്ടുള്ളേ? അയ്യോ, അച്ഛന്റെ പേരും പറഞ്ഞ് എന്നെ ഇവിടെ ലോക്കാക്കിയാണല്ലോ. എനിക്ക് നല്ല തലവേദന, പോയി ചായ കൊണ്ടുവാ. നിനക്ക് വേണോ മോളെ? എനിക്കൊരു കോഫി കൂടി എടുത്തു. ചേട്ടാ, എനിക്ക് ഒരു ഇഞ്ചി ചായ. ഇഞ്ചി ടീ അല്ലേ? ഡാ, നിനക്ക് ഞാനുണ്ടല്ലോ ഫിനോയിൽ ടീ ഉണ്ടാക്കി തരുവാടാ, കാണാടാ. നിനക്ക് എവിടുന്നാ മോളെ ഇവനെ കിട്ടിയത്? ഈ ആരുദ്ര, മീരയുടെ മർഡറിന് ശേഷം പിന്നെ ഈ മർഡേഴ്സ് നടന്നു കഴിഞ്ഞല്ലേ? അപ്പൊ ഈ കേസിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ ഇൻവോൾവ്മെന്റ്സ് ഉണ്ട്. യെസ് സർ.
ഈ കേസിൽ മർഡർ ചെയ്യപ്പെട്ട മീര മാത്രമാണ് ഇന്നസെന്റ്. ബാക്കി രണ്ടുപേരുടെയും ബയോഡാറ്റ ഞാൻ ചെക്ക് ചെയ്തതിനനുസരിച്ചിട്ട് ഈ രണ്ടുപേരും ഒരുപാട് ക്രൈംസിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഗാങ് ഇത് മാത്രമല്ലാതെ വേറെ 2 മർഡർ കേസിലും ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്താ ഈ പറയുന്ന രുദ്ര? അതേതാ കേസ്? ആരെ മർഡർ ചെയ്ത്? ആരാ അവരൊക്കെ? സർ, അവരുടെ പേര് ജെനിഫർ. ഒരു യൂട്യൂബറാണ്. ഒരുപാട് ഗ്രാമങ്ങളൊക്കെ സന്ദർശിച്ച് മലയോര ഗ്രാമവാസികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് പബ്ലിക്കിന് അവയർനെസ് കൊടുത്തിരുന്നു. അവരവസാനമായിട്ട് ഡോക്യുമെന്ററി എടുക്കാൻ പോയ ഗ്രാമത്തിന്റെ പേരാണ് പൂപ്പാറ. എന്താ സാർ എന്തിനാ സാർ അടിക്കുന്നത്? എന്തിനാ സാർ അടിക്കുന്നത്? എന്നോട് കാണിക്കോലടി. എനിക്കെതിരാണ് നീ കംപ്ലൈന്റ് കൊടുക്കുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്ത് പ്രശ്നമാണെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സാറേ, ആ ഫോറസ്റ്റ് റേഞ്ചറിന്റെ അക്രമം താങ്ങാൻ പറ്റുന്നില്ല. ജോലിക്ക് പോകുന്ന ആമ്പിള്ളേരൊക്കെ ചന്ദനം കടത്തുകയാണെന്ന് പറഞ്ഞ് കേസെടുത്ത് കൊണ്ടുപോയിട്ട് അടിച്ച് ശരിയാക്കുക. പാവപ്പെട്ട പിള്ളേര് കാട്ടി പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയാ. ഞങ്ങൾ ഇനി എന്താ ചെയ്യ സാറേ? അയ്യോ, എന്ത് ചെയ്യും? ഞങ്ങളെ രക്ഷിക്കണേ സാറേ. നിങ്ങൾ പേടിക്കണ്ട. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. കാടിനകത്ത് നിനക്കെന്താണ് പണി? ഈ കാടിനകത്തുള്ള ഞങ്ങളും ഈ കാടിനകത്തുള്ള മൃഗങ്ങളും ഞങ്ങളാണ് താമസിക്കേണ്ടത്. മനസ്സിലാടാ? ഒന്നുകളഞ്ഞ എന്താടോ കാട് പ്രദേശത്ത് താമസിക്കുന്നവരെ നിങ്ങൾ ടോർച്ചർ ചെയ്യാന്നുള്ള പരാതി കിട്ടിയല്ലോ. ഇത് നിർത്താൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നല്ലേ. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല സാർ. പിടിച്ചകത്തിടും ഞാൻ. ശരി സാർ. നോക്ക്, നന്നായ തനിക്ക് നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ യൂണിഫോം ഞാൻ അഴിച്ചു വെപ്പിക്കും. ഇല്ല സാർ. മനസ്സിലായടോ? ശരി സാർ. ഞാൻ ഈ മലയോരത്ത് വന്നിട്ട് 3 മാസമായല്ലേ. അല്ല ആന്റി, ഞാൻ വന്നപ്പോ തുടങ്ങി ചോദിക്കണമെന്ന് വിചാരിച്ചു. അമ്മ ഇവിടെ? അവളെ കാണാനില്ലല്ലോ. അത് പിന്നെ അമ്മു മറയൂരിലുള്ള അവളുടെ മാമന്റെ വീട്ടിൽ പോയതാ. 10-15 ദിവസം കഴിയും വരാൻ. ശരി, അത് പോട്ടെ. നിനക്ക് ഞാൻ ഇത്തിരി കപ്പ ഒഴുങ്ങി തരട്ടെ? കപ്പയാണോ? കൊണ്ടുപോവാ ആന്റി, എനിക്ക് വലിയ ഇഷ്ടമാ. ശരി മോളെ. അമ്മൂനെ പറ്റി ഇവരെന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അനു, നീ എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചേ? ചേച്ചി, ഇവിടെ എല്ലാരും കള്ളോ പറയുന്നേ. അമ്മ മാമന്റെ വീട്ടിലല്ല പോയിക്കുന്നേ. നിങ്ങളോട് വന്നതിന് ശേഷം പ്രശ്നങ്ങളായിട്ടുണ്ട്. സാറേ, ആ ഫോറസ്റ്റ് റേഞ്ചറിന്റെ അക്രമം താങ്ങാൻ പറ്റുന്നില്ല. ഇവര് പറയുന്നത് കേട്ടിട്ട് ഞാനില്ലാത്തപ്പോ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നെന്ന് തോന്നല്ലോ.
എന്താ പ്രശ്നം ആന്റി? അമ്മുന് എന്താ പറ്റിയത്? സത്യം എന്താന്ന് എന്നോട് പറ. ഇവിടെ ആരോട് എന്ത് ചോദിച്ചാലും ആരും ഒന്നും പറയുന്നില്ലല്ലോ. ചേച്ചി, നിങ്ങൾ സത്യം പറഞ്ഞാലേ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. എങ്കിലേ ഒരു നടപടി എടുക്കാൻ പറ്റൂ. സത്യം പറ ചേച്ചി. നിങ്ങളുടെ മോൾക്ക് വേണ്ടിയാ ഞാൻ ഈ ചോദിക്കുന്നേ. എന്താ നടന്നെന്ന് സത്യം പറ. ഉണ്ടായ ഭൂമിയും വിറ്റ് അരവയറ് കഴിഞ്ഞാലും ശരി എന്റെ മോളെ ഡോക്ടറാക്കി കാണണമെന്ന് ആഗ്രഹിച്ച് അവൾ അതിനു വേണ്ടിയാ ടൗണിലുള്ള ആശുപത്രിയിൽ ട്രെയിനിങ് എടുക്കാൻ പോയത്. പോയിട്ട് വരാന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടാ പോയെ. പക്ഷെ ഒടുവില് അവളെ കാട്ടിനുള്ളിൽ കാണാതായെന്ന് അറിഞ്ഞത്. അമ്മേ, എടി മോളെ, അച്ഛനില്ലേലും ചട്ടിയും കലം വിറ്റ് ഞാനല്ലേ നിന്നെ വളർത്തുന്നേ. നിനക്ക് പഠിച്ച് ഡോക്ടർ ആവണമെന്നൊന്നും ഇല്ലേടി. എന്താ അമ്മേ, ഞാൻ ഡോക്ടറാവുന്ന അമ്മയ്ക്ക് തോന്നുന്നില്ലേ? അമ്മ നോക്കിക്കോ, ഞാൻ പഠിച്ച് ഡോക്ടറായി നമ്മുടെ നാട്ടിൽ വലിയൊരു ഹോസ്പിറ്റലും പണിയും. എന്നിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഫ്രീ ആയിട്ട് ചികിത്സയും കൊടുക്കും. ആന്റി എന്താ ചെയ്യുന്നേ? ദേ, ഇതല്ലേ എന്റെ തലയിലെഴുത്ത്. ഇത് വെച്ച് വേണം കഴിയാൻ. ഏയ്, നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇന്ന് കോളേജ് ലീവാ. ശരി ശരി ശരി. എന്താ നിന്റെ പ്ലാൻ? എന്താ നിന്റെ അംബിഷൻ? എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം. ചെറുപ്പം മുതലുള്ള എന്റെ സ്വപ്നം അത്. അതാ എന്റെ അംബീഷനും. ഏയ്, സൂപ്പർ സൂപ്പർ. അതിനുവേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്യണം. ശരി ചേച്ചി. ശരി, ഓക്കെ. എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം. ചെറുപ്പം മുതലുള്ള എന്റെ സ്വപ്നം അത്. അതാ എന്റെ അംബീഷനും. എന്തിനാ ആന്റി ഇതൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? ഞങ്ങളോടൊക്കെ ഒരു വാക്കെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? മരിച്ചത് നമ്മുടെ അമ്മോ. ഇതൊക്കെ ഞങ്ങളോട് മറയ്ക്കാൻ എങ്ങനെയാ മനസ്സ് വന്നത്? എന്തായാലും ഇതൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഉറപ്പായിട്ട് ആക്ഷൻ എടുക്കണം. ആ റേഞ്ചറിന്റെ പേരില് കംപ്ലൈന്റ് കൊടുത്താ ആരും എടുക്കില്ല, അന്വേഷിക്കാനും പോണില്ല. എന്താന്ന് വെച്ചാ ഈ നാട്ടിലുള്ള ആളുകളും ആ റേഞ്ചറും മാമനും മച്ചാനും പോലെയാ. ഞങ്ങള് വെറുതെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയത് തന്നെ മിച്ചം. അപ്പോ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളെക്കാൾ മനുഷ്യരാണ് ക്രൂര മൃഗങ്ങളെ പോലെ ഇവിടെ ജീവിക്കുന്നത് അല്ലേ? ഒരു ട്രെയിനിങ് ഡോക്ടറെ ക്രൂരമായി കൊലപ്പെടുത്തിയതില് ഇതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസർ എന്ന നിലയ്ക്ക് എങ്ങനെ പ്രതികരിക്കുന്നു? ഈ കേസ് സംബന്ധമായ അക്യൂസ്റ്റിനെ വേഗം തന്നെ കണ്ടുപിടിച്ച് അവന് വേണ്ട പണിഷ്മെന്റ് കൊടുക്കണമെന്ന് ഇപ്പോഴാണ് ഞാൻ ഇൻസ്പെക്ടറിനെ പ്രഷർ ചെയ്തു വന്നത്. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറായ ഞാൻ ഈ കേസ് വെറുതെ വിടില്ല. ഇതിനൊരു പരിഹാരം കണ്ടെത്തും. റേപ്പ് മർഡർ സംബന്ധമായി ആ അക്യൂസ്റ്റിനെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് തവണ കംപ്ലൈന്റ് കൊടുത്തു. എന്നാൽ ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറായ നിങ്ങളിപ്പോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഹയർ ഓഫീസേഴ്സിന് വരെ ഭയങ്കരമായ പ്രഷറുണ്ട്. പക്ഷേ ശരിക്കും റീസൺ ഇല്ലാതെ അക്യൂസ്റ്റിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതുകൊണ്ടാണ് സാർ ഓരോ അക്യൂസ്റ്റും കുറ്റം ചെയ്ത് വെളിയിൽ സുഖമായി കഴിയുന്നത്. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. ഫേക്ക് NCC ക്യാമ്പിന്റെ പേരിൽ ഫേക്കായി ഒരു ക്യാമ്പ് നടത്തി അവിടെയുള്ള സ്റ്റുഡൻസിനെ സെക്സ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്തയിലെ ഒരു ട്രെയിനിങ് ഡോക്ടറെ അവിടെയുള്ള ഫ്രണ്ട്സും പോലീസും റേപ്പ് ചെയ്ത് കൊന്നിരിക്കുന്നു. അതിപ്പോ അവിടെ വലിയൊരു ഇഷ്യൂ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മങ്കോവിൽ ഒരു പൂജാരി TV ആങ്കറെ സെക്സ് ടോർച്ചർ ചെയ്തിരിക്കുന്നു. ഇതൊക്കെ നിർത്തലാക്കാൻ നോക്കിയിട്ട് ഇവിടെ ഒരു കാര്യമില്ല സർ. ഇതുപോലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂള്, കോളേജ്, വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ, IT കമ്പനി, ഇതുപോലെ എല്ലാ സ്ഥലത്തും സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. അവർക്കെതിരെ വേണ്ട നടപടികൾ എടുക്കുന്നുണ്ട് സർ. ഇതുപോലെ ചെയ്യുന്ന ആണുങ്ങളെല്ലാം കണ്ടുപിടിച്ച് അവരെ കണ്ടം തുണ്ടമാക്കി വെട്ടി എറിയണം സാർ. എങ്കിലേ ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറച്ചെങ്കിലും കുറയുള്ളൂ സാർ. തെറ്റ് ചെയ്യുമ്പോൾ ആണുങ്ങളും ഭയക്കണം. നിങ്ങളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തായാലും ആക്ഷൻ എടുക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ.
ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് ഇത് എന്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാതിരുന്നേ? കൊല്ലപ്പെട്ട കുട്ടി എന്ന് പറയുന്നത് ഒരു അനാഥാലയത്തിൽ ജനിച്ചു വളർന്ന് ഒരു ജേർണലിസ്റ്റ് ആയ ആളാണ്. അതുകൊണ്ട് തന്നെ അവരെവിടെ നിന്ന് വന്നു, എവിടെ താമസിക്കുന്നു, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ മർഡർ ആരും തന്നെ അറിയാതിരുന്നത്. ഞാൻ ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ച് അവിടെ ചെന്നപ്പോ പോലും ഈ കുട്ടി മരിച്ചതായിട്ട് അവർക്കാർക്കും തന്നെ യാതൊരുവിധ അറിവുമില്ല സർ. സോ ഈ മർഡറിന് പിന്നില് ഒരു കുറ്റവാളി ഉണ്ടെന്ന് മാത്രമേ നമുക്കറിയൂ. ജെനിഫറുമായിട്ട് കൂടുതൽ ഇടപഴകുന്നൊരു അനു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടു. അവളെ ഞാൻ എൻക്വയറി ചെയ്തപ്പോ ജെനിഫറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവളിൽ നിന്ന് എനിക്ക് കിട്ടി. അതിനുശേഷമാണ് എനിക്ക് ഈ മർഡർ കേസിനെ കുറിച്ചുള്ള ഒരുപാട് ലൂപ്പ് ഹോൾസ് മനസ്സിലായത്. ഇത് ഈ കേസ് മൂവ് ചെയ്യാൻ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു സർ. ജെനിഫറെ കൊന്ന് അവളെ കുഴിച്ചിട്ടിരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് അവളുടെ ബോഡി റിക്കവർ ചെയ്ത സമയത്ത് അവളുടെ കുറച്ച് ബോൺസ് മാത്രമാണ് സർ ഞങ്ങൾക്ക് കിട്ടിയത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് അത് ജെനിഫറിന്റെ ബോഡിയാണെന്ന് തന്നെ തിരിച്ചറിഞ്ഞത്. ഹലോ, നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? രാവിലെ പറഞ്ഞതാ, പിന്നെ നിങ്ങൾ വന്നത് എന്തിനാ? നിങ്ങൾ പോകുന്നുണ്ടോ അതോ പോലീസിനെ വിളിക്കണോ? ഞാൻ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോളൂ. നിങ്ങൾക്ക് ഇവിടെ ഒരു ആപത്ത് വരാൻ പോവുകയാണ്. അതെന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. ഇപ്പൊ തന്നെ ഈ സ്ഥലം വിട്ട് പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ പ്രേതത്തിനെ കാണുന്നതിനേക്കാൾ തന്നെ കാണുമ്പോഴാണോ ഞങ്ങൾക്ക് പേടി കൂടുതല്? ചേട്ടാ, എന്താണോ നിന്റെ പ്രശ്നം? ബാത്റൂമില് വെള്ളം. എടാ പാവി, ബാത്റൂമില് വെള്ളമില്ലാത്ത ഇവിടെ വന്ന് പറയുന്നത്? പോടാ, എടുത്തോണ്ട് പോ. താനും പോടോ. ഞാനിവിടെ പേടിച്ച് നിൽക്കുമ്പോഴാ അവന്റെ ഒരു ബാത്റൂം. ഒന്ന് പോടാ. ചേട്ടാ, വെള്ളം വരുന്നില്ല, വയറ് വേദനിച്ചോണ്ടിരിക്കുക. എന്നോടാണോടാ പോവാൻ പറഞ്ഞേ? മുരുകേശൻ, പറയൂ മേഡം. നമുക്ക് കിട്ടിയ തൂവല് വെച്ച് കുറ്റവാളി ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഈ കൊടൈക്കനാലിലുള്ള ചിക്കൻ ഷോപ്സ്, ചിക്കൻ ഫാംസ് എല്ലാം ഒന്ന് അന്വേഷിക്കണം. അതിലാരെങ്കിലും ഇപ്പൊ അടുത്ത് കട തന്നെ അടച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്ന് തന്നെ അന്വേഷിക്കണം. ഈ കാര്യങ്ങൾ അപ്പാപ്പ തന്നെ എന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ? അരുതിര വരൂ. കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഡ് കിട്ടിയോ? സർ, ഒരു പ്രധാനപ്പെട്ട ലീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സർ. അത് വെച്ചാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ മൂവ് ചെയ്യുന്നത്. പെട്ടെന്നായിക്കോട്ടെ. ഷുവർ സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ക്യാരി ഓൺ. അനിയ, ഈ കടയുടെ ഓണർ ആരാ? ഞാൻ തന്നെ സാറേ. ഇവിടെ വേറെ ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇവിടെ വേറെ ആരും ഇല്ല സാറേ, ഞാനുള്ളൂ. സത്യം പറയണം. ഇല്ല സാറേ, വേറെ ആരും ഇല്ല. അടുത്ത് വേറെ ഏതെങ്കിലും ചിക്കൻ കടയുണ്ടോ? 1 കിലോമീറ്റർ കഴിയുമ്പോൾ അവിടെ ഒരു കടയുണ്ട്. ഹലോ മുരുകേശൻ. മാഡം പറയൂ. മാഡം, ഈ മരിച്ചുപോയ മീരയുടെ ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാവരും എനിക്കൊന്ന് മീറ്റ് ചെയ്യണം. അവരൊക്കെ ഇപ്പൊ എവിടെയുണ്ട്, അവരെന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ റിപ്പോർട്ട്സ് എനിക്ക് വേണം. അവരെനിക്കൊന്ന് ചോദ്യം ചെയ്യുകയും വേണം. ഓക്കെ മാഡം. മാഡം പറയൂ. മാഡം, ഞാൻ മീരയുടെ ഫോൺ നമ്പർ തരാം. ആ നമ്പർ ഒന്ന് ട്രാക്ക് ചെയ്ത് 3 മാസത്തിനുള്ളില് മീര ഏതൊക്കെ ലൊക്കേഷൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എനിക്കൊന്ന് ഇൻഫോം ചെയ്യണം. ആ നമ്പർ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം. ശരി മാഡം. ചെയ്തോളൂ. എങ്കിൽ ഓക്കെ മാഡം. പ്രിയ, പ്രിയ, എന്താടി? എന്തിനിങ്ങനെ പേടിച്ച് ഓടി വരുന്നേ? ഞാൻ റൂമിൽ കിടന്നുറങ്ങുമ്പോ താഴെ എന്തോ ഒരു ഒച്ച കേട്ടു. താഴെ വന്ന് നോക്കിയപ്പോ എന്തോ ഒരു രൂപം എന്നെ ക്രോസ് ചെയ്തു പോയി.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നേ. ഏയ് എന്തു പറ്റി? എന്തോ കണ്ട് പേടിച്ചിരിക്കടാ. അവൾ ആകെ ടെൻഷനിലാ. എന്തു പറ്റി? അന്ന് ഞാൻ പറഞ്ഞല്ലേ ചിത്ര ഇവിടെ വന്ന് എന്തോ കണ്ട് പേടിച്ചിട്ടാ പോയെന്ന്. നീ വാ. വിട്, നമുക്ക് നോക്കാം. ഞാൻ അന്നേരേ പറഞ്ഞല്ലേ ചിത്ര എന്തോ കണ്ടിട്ട് പേടിച്ചിട്ടാ പോയെന്ന്. സംതിങ് റോങ്. എനിക്കിവിടെ എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. ഞാനിത് ആലോചിക്കുകയായിരുന്നു. എനിക്കെന്തോ ശരിയാവും തോന്നില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ശരി, വെയിറ്റ് ചെയ്ത് നോക്കാം. ഏയ് പ്രിയ, എന്ത് പറ്റി പ്രിയ? പ്രിയ, 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 നോക്ക്, എന്ത് പറ്റി? പ്രിയ, 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 എന്ത് പറ്റി നിനക്ക്? പ്രിയ, പ്രിയ. എന്താ നിങ്ങൾ രണ്ടുപേരും പേടിച്ചു പോയോ? പേടിക്കാതെ. ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ ഫൺ. പിന്നെന്താ, പ്രേതം പിശാചൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഒന്നുമില്ല. ഞാനൊരു സൈക്യാട്രിസ്റ്റാ, എനിക്കതൊക്കെ അറിയാം. കൂൾ ബേബി. പ്രിയ, തമാശയൊക്കെ മതിയാക്ക്. പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്ക്. നാളെ രാവിലെ പോണം. രാവിലെ ഞാൻ വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോയി കിടന്ന് ഉറങ്ങ് പോ. പിന്നെ മാഡം, ആ ഫോണിന്റെ IP നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയതിൽ കഴിഞ്ഞ 6 മാസത്തില് ആ ഫോൺ നമ്പറിൽ നിന്ന് നീലഗിരി ഹിൽസിൽ നിന്ന് ട്രാവലായി വെള്ളിമല, ഊട്ടി, കുന്നൂർ, ഇവിടെ എല്ലാം ട്രാവൽ ആയിട്ടുണ്ട് മാഡം. അവസാനം കൊടൈക്കനാലിൽ വെച്ചാണ് ആ ഫോൺ സ്വിച്ച് ഓഫ് ആയത് മാഡം. അതിനുശേഷം ആ ഫോൺ നമ്പറിൽ നിന്ന് ഒരു സിഗ്നലും വന്നിട്ടില്ല മാഡം. ഓക്കെ ഓക്കെ മാഡം. അപ്പൊ കൊടൈക്കനാൽ വന്നതിന് ശേഷം സിഗ്നൽ കട്ടായിരിക്കണം. സോ ആ സറൗണ്ടിങ്സിൽ വെച്ച് തന്നെയാ മർഡർ നടന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരായിരിക്കണം? എന്താ സാർ, കോഴി വേണോ? നിങ്ങളാണ് കടയുടെ ഓണർ? അതെ സാർ. കടയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, അതോ വേറെ ആരും ഉണ്ടോ? ഇല്ല സാർ, ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് ഇവിടെ ജോലി ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ജോലിക്ക് ഞാൻ ആരെയും വെച്ചിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അടുത്ത് ഏതെങ്കിലും ചിക്കൻ കടയുണ്ടോ? ആ ഉണ്ട് സാർ, 2 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല, ഒരു ചെറിയ അന്വേഷണം മാത്രമായിരുന്നു. ഓ, സാർ. എന്താടോ? അല്ല, എന്തായാലും സാറേ വന്നു. 2 കിലോ ചിക്കൻ വീട്ടിലേക്കും കൂടെ ഒരെണ്ണം വെച്ചോണ്ടല്ലോ, വെറുതെ ടെൻഷൻ ആക്കാൻ വേണ്ടി. പോടിറങ്ങി. മാഡം. ആ പറയും മുരുകേശൻ. കൊടൈക്കനാലില് കോഴി ഫാം, ചിക്കൻ കട എല്ലായിടും അന്വേഷിച്ചു മാഡം. പക്ഷെ നമ്മുടെ സസ്പെക്റ്റായ അക്യൂസിനെ മാത്രം കിട്ടിയില്ല മാഡം. ശരി മുരുകേശൻ, ഈ കോഴിക്കടയിലോ ഫാമിലോ മറ്റോ ജോലി ചെയ്യുന്ന ആരെങ്കിലും ലീവിന് പോയിട്ടുണ്ടോ എന്ന് നോക്ക്. ശരി മാഡം. അതുപോലെ കുറച്ചു നാളായിട്ട് കടകൾ അടച്ചിട്ടുള്ള കടകളും ശ്രദ്ധിക്കും. ശരി മാഡം. എല്ലാ സ്ഥലവും ഒന്ന് സെർച്ച് ചെയ്യണം. ഓക്കെ? ശരി മാഡം. ഡോ വാടോ. അല്ല മോളെ, എന്താ ഇങ്ങനെ എപ്പോ നോക്കിയാലും കേസ് കേസെന്ന് പറഞ്ഞോണ്ടിരിക്കുക? നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കണ്ടേ? 10:30 മണിയായി, നീ ഒന്നും കഴിച്ചു പോലൂല്ല. വാ. അമ്മ കഴിച്ചോ അമ്മേ? അവൾ എപ്പോഴേ കഴിച്ച് കിടന്നുറങ്ങി. അമ്മ ചെല്ല്, ഞാൻ വരാം. എന്താ മോളെ ഡള്ളായിരിക്കുന്നത്? നിനക്ക് വല്ല അസുഖമുണ്ടോ? അതൊന്നുമില്ലപ്പാ, വർക്ക് ടെൻഷൻ മാത്രമേ ഉള്ളൂ. ഇല്ല മോളെ, ഞാൻ ഇതുപോലെ നിന്നെ കണ്ടിട്ടേ ഇല്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലപ്പാ. അച്ഛൻ പോയി കിടക്കാൻ നോക്ക്. ഓക്കെ മോളെ, പെട്ടെന്ന് വന്ന് കഴിക്കാൻ നോക്ക്. ടേബിളിൽ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ടേ, ശരിയപ്പാ. മറക്കാതെ കഴിച്ചോണം. ശരി. ശരി മോളെ. ഇങ്ങോട്ട് വാ. എന്താ സാർ?
നീ ഈ കടയിലാണോ ജോലി ചെയ്യുന്നത്? അതെ സാർ. ഈ കാണുന്ന കട എത്ര നാളായിട്ട് പൂട്ടി കിടക്കുക? 3 മാസമായി സാർ. ഇതിന്റെ ഓണർ എവിടെ നിനക്കറിയാമോ? അറിയില്ല സാർ. ഇവിടെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ആരെങ്കിലും വന്ന് ജോലി ചെയ്യുന്നുണ്ടോ? 3 പേര്. അവരെങ്ങോട്ടാ പോയെന്ന് അറിയാമോ? അറിയില്ല സാർ. ഓണറിന്റെ ഫോൺ നമ്പർ അറിയാമോ? ആ എങ്കിൽ പറ. 79 665 22 32. ശരിപ്പിക്കോ. മാഡം. പറയൂ മുരുകേശൻ. മാഡം, ഇവിടെ ഒരു ഏരിയയില് ഒരു ചിക്കൻ കട 3 മാസമായിട്ട് പൂട്ടി കിടക്കാം മാഡം. ആ കടയിൽ 3 പയ്യന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അവന്മാർ എവിടെ പോയെന്ന് അടുത്ത കടയിലെ പയ്യനെടുത്ത് വെച്ചാൽ അവർക്ക് അറിയില്ലെന്ന് പറയുന്നത്. പക്ഷെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് മാഡം. അപ്പൊ എത്രയും പെട്ടെന്ന് ആ ഫോൺ നമ്പർ ഒന്ന് ട്രാക്ക് ചെയ്യാൻ നോക്ക്. ഓക്കെ മാഡം. നിങ്ങൾ എല്ലാവരും എന്തിനു വേണ്ടിയിട്ടാ കൊടൈക്കനാൽ പോയത്? മാഡം, പ്രിയ മാഡത്തിന്റെ പിറന്നാളായിരുന്നു മാഡം. എന്നെ പാചകത്തിന് വേണ്ടി കൊണ്ടുപോയതാ. ഞാനും പോയി. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അതൊരു പ്രേത ബംഗ്ലാവാണെന്ന്. 3 മാസങ്ങൾക്ക് മുമ്പ് പ്രിയ, ദിയ, ദീക്ഷിത്, കാർത്തിക് ഇവരുടെ കൂടെ മീരയും കൂടി കൊടൈക്കനാലിലേക്ക് വന്നിരുന്നു. അപ്പൊ മീര മാത്രമാണ് കൊല ചെയ്യപ്പെട്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? മാഡം, ഈ കൊലയെന്ന് കേട്ടാൽ തന്നെ എനിക്ക് ആകെ പേടിയാണ് മാഡം. നിങ്ങൾക്ക് പ്രിയ, കാർത്തിക്, ചിത്ര, ദീക്ഷിത് ഇവരിൽ ആരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? മാഡം, ഈ പറഞ്ഞവരെല്ലാം വെറും പഞ്ചപാവങ്ങളാണ് മാഡം. പിന്നെ ആ കൂളിംഗ് ഗ്ലാസ് ഇട്ടവനില്ലേ മാഡം, അവനുണ്ടല്ലോ, ആള് വെറും ഒരു ഡമ്മി പീസാ. പക്ഷേ ആ ഗസ്റ്റ് ഹൗസിൽ ഒരു പ്രേതം ഉണ്ട് മാഡം. അതായിരിക്കും കൊല ചെയ്തത്. എന്താണെന്ന്? പ്രേതോ? അതെ മാഡം. അയ്യോ അയ്യോ. ഇതാണ് സേഫ്റ്റി. ഇവിടെ പ്രേതമൊന്നും വരാൻ തീരെ സാധ്യതയില്ല. ഇന്നിവിടെ തന്നെ കിടന്നുറങ്ങാം. ഇന്നിവിടെ അങ്ങ് കൂടിക്കളയാ, അതാ നല്ലത്. നിങ്ങളെന്താ ദൈവമാണോ? എന്നെ മടിയിൽ വെച്ചിട്ടാണല്ലോ ഉറക്കുന്നത്. ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. അയ്യോ, അതിനെ പേടിച്ചിട്ടാണ് മാഡം ഞാനും ഒന്നും മിണ്ടാത്തത്. എന്ത് കഥയ്ക്ക് പറയുന്നേ? മാഡം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ മാഡം. അതെന്നെ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് എന്നെ താരാട്ട് പാടി ഉറക്കിയതാ മാഡം. ഇവരെയൊക്കെ എപ്പോഴാ ഏറ്റവും അവസാനമായിട്ട് കണ്ടത്? ഇവിടെ വന്നത് മുതലേ ഓരോ പ്രശ്നങ്ങളാ. മോളെ, എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. നിക്ക് മോളെ. എന്താ ഏട്ടാ? എങ്ങോട്ടാ പോന്നെ? പ്രേതത്തിനെ കണ്ട് പേടിച്ചോ? പ്രേതത്തിനെ കണ്ട് ഒരിക്കലും പേടിക്കരുത്. പ്രേതത്തിനേക്കാൾ ശക്തിയുള്ള മറ്റൊന്നുണ്ട്. അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലുണ്ടല്ലോ, ഈ പ്രേതങ്ങളൊക്കെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കും. ആദ്യം അത് പോയി ചെയ്തിട്ടോ. കാശെടുക്കും മോളെ. എന്തിനു? അവനെ കൊണ്ടുവരണ്ടേ? നിങ്ങൾ ആരെയും പോയി വിളിക്കണ്ട. ഇല്ല ഇല്ല, ഞാൻ തന്നെ അവനെ കൊണ്ടുവരും. എന്റെ കയ്യിൽ കാശുണ്ട്. അച്ഛനോട് പറയുവേ. എന്നാ പോയിട്ട് പറ, ഞാൻ നടന്നിട്ട് തന്നെ പോയിക്കോളാം. അവിടുന്ന് ഓടിയ ഓട്ടമാ മാഡം. പിന്നെ ഞാൻ എവിടെയും നിന്നില്ല. അതിനുശേഷം നിങ്ങളെ ഇപ്പൊ കാണുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിപ്പിക്കും ഞാൻ. ഇതിനു മുമ്പുള്ള മർഡർ കേസുകൾ എങ്ങനെ സോൾവ് ചെയ്തേന്ന് പഴയ പോലീസ് റെക്കോർഡ്സിലുണ്ടായിരിക്കും. അതൊന്ന് നോക്കാം. ഓക്കെ, ഞാൻ പിന്നെ വിളിച്ചോളാം. ഓക്കെ അമ്മു, നീ എന്തേ വരച്ചോണ്ടിരിക്കുന്നെ? ഞാനാ അത് വരച്ചത്. എങ്ങനെയുണ്ട് മമ്മി? ആരേത്? മുത്തശ്ശി പറഞ്ഞ കഥയിലുണ്ടായിരുന്ന ആളാ. ഒരു നാട്ടില് ഒരു വലിയ മഹാറാണി ഉണ്ടായിരുന്നു. അവരെങ്ങനെയായിരുന്നു മുത്തശ്ശി? എന്റെ അമ്മയെ പോലെ തന്നെ ഉണ്ടായിരുന്നോ? ആ, അമ്മയെ പോലെയൊക്കെ തന്നെയാണെന്ന് നീ വെച്ചോ. ആ മഹാറാണി നാടിനും നാട്ടുകാർക്കും ഒരുപാട് നല്ലത് ചെയ്ത് ഒരു കാവൽ മാലാഖയെ പോലെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ കഥയില് അമ്മയുടെ പോലെ ഒരു റാണി ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ഞാൻ അമ്മയുടെ പോലെ തന്നെ വരച്ചേ. എന്നുവെച്ചാ പറയൂ മുരുകേശ.
ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാം. ആ പറഞ്ഞോളൂ. അതെ, ഏത് സമയത്താ? സർ. ആരുദ്ര തരൂ. സെറ്റ്. താങ്ക് യു സർ. ശരി, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വിളിക്കാം. ഇതെന്താ ആരുദ്ര, ഈ കേസിൽ ഒരു ഇംപ്രൂവ്മെന്റും ഇല്ല, അപ്ഡേറ്റും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ ഈ കേസ് എപ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റും? കേസ് ക്ലോസ് ചെയ്തു സർ. എന്താ ക്ലോസ് ചെയ്തെന്നോ? യെസ് സർ. എങ്ങനെ? സർ, ഈ മീരയുടെ മർഡർ കേസിൽ ഒരുപാട് ഹിഡൻ സീക്രറ്റ്സ് നമുക്ക് കിട്ടിയിരുന്നു. മീരയുടെ കൊലപാതകത്തിന്റെ മോട്ടിവേഷൻ കണ്ടുപിടിച്ചു. അതുപോലെ ഈ കൊലപാതകത്തിലെ കുറ്റവാളിയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ഗുഡ്. ആരാവും? എന്താ മുരുകേശൻ, ഇവനെന്തെങ്കിലും പറഞ്ഞോ? മാഡം, എത്ര അടിച്ചാലും പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. അടിച്ചടിച്ച് കൈ തന്നെ വേദനിക്കാൻ തുടങ്ങി. ഇത്ര അടിച്ചിട്ടൊന്നും പറഞ്ഞില്ല. കണ്ടിട്ട് പാവം പോലെ തോന്നുന്നു മാഡം. വിട്ടേക്കല്ലേ? അങ്ങനെയാണോ? അപ്പൊ അവനെ വിട്ടേക്കാന്നാണോ? അവൻ ഇവിടെ കിടന്ന് ചത്തുപോയി കഴിഞ്ഞാൽ നമുക്കല്ലേ പ്രോബ്ലം മാഡം. വിട്ടേക്കാം മാഡം. ഇവനോട് ഇങ്ങനെയൊന്നും ചോദിച്ചാ അവനൊന്നും പറയില്ല. എനിക്ക് ഒന്നും അറിയില്ല മാഡം. നീ സത്യം പറയുന്നു ഇല്ലയോ? പറയടാ. എടാ പറയാൻ. എടാ പറയാൻ. എന്തിനാടാ നീ ആ പാവം മീരയെ കൊന്നത്? പറയടാ. ഇവിടെ കിടന്ന് ആട്ടി കിട്ടി ചാവു നീ. പറയടാ. പറയടാ. മര്യാദയ്ക്ക് പറയാൻ. എനിക്കൊന്നും അറിയില്ല മാഡം. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല മാഡം. അറിയില്ല മാഡം. പറയുന്നു അതോ ചാവുന്നു? അറിയില്ല മാഡം. പറയാം മാഡം. പറയാം മാഡം. പറയടാ. ചിത്ര, ദീക്ഷ, പ്രിയ, ഇവര് 3 പേരും ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ മീരയും ഞാനും കുറച്ച് വർഷങ്ങളായിട്ട് സിൻസിയറായിട്ട് പ്രേമത്തിലായിരുന്നു. എന്താടി ഇതെല്ലാം ഇങ്ങനെ പറയാതെ ഓടി വന്നിരിക്കുക? ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയോ? അല്ലടി, എന്റെ അച്ഛൻ എന്റെ റിലേഷൻഷിപ്പിന്റെ കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരില് എന്നെ വേറൊരാളെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുക. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി എന്താ ചെയ്യണ്ടേന്ന് പോലും അറിയില്ല. അത് കാരണം വീട് വിട്ട് ഇറങ്ങി പോന്നതാ. എങ്ങനെയെങ്കിലും നിങ്ങളൊരു വഴി കണ്ടുപിടിക്കണം പ്ലീസ്. ശരി, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ? അതാടി എനിക്കും അറിയാത്തത്. ഈ ഒരു സിറ്റുവേഷനിൽ തിരിച്ച് വീട്ടിലേക്ക് ഞാൻ ചെന്നു കഴിഞ്ഞാ എന്നെ കൊന്നുകളയൊന്ന് ഉറപ്പാടി. എന്നെ വിശ്വസിച്ചാണ് മീര വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കണം പ്ലീസ്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് പോയത് ശരിയാവില്ല. എനിക്കറിയാവുന്നൊരു റിസോർട്ട് കൊടൈക്കനാലിലുണ്ട്. അവിടെ പോയി 2 ദിവസം നിൽക്കുക. അതിനുശേഷം ഞങ്ങള് നിങ്ങളുടെ കല്യാണം അവിടെ ക്ഷേത്രത്തിൽ വെച്ച് നടത്തിത്തരാം. അതുപോലെ അതിനുശേഷം ഞങ്ങൾ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ആ റിസോർട്ട് ഇപ്പൊ എവിടെയാ? ആ റിസോർട്ടിൽ എന്താ നടന്നെന്നുള്ളത് വ്യക്തമായിട്ട് പറ. നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്തായിരുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയണം. അന്ന് മീരയുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് നൈറ്റ് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ മീര. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഇതൊക്കെ? നിന്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഗിഫ്റ്റും ഒരു ചെറിയ സർപ്രൈസും. ഓക്കെ? ഏയ്, ഇപ്പൊ ഇവിടെ എത്തിയില്ലേ, ഇനി എന്തിനാ നീ വിഷമിക്കുന്നേ? എൻജോയ് ചെയ്യാം. സ്മോൾ പാർട്ടി. എനിക്ക് അങ്ങനത്തെ ശീലമൊന്നുമില്ല. ഏയ്, നിന്റെ ബർത്ത്ഡേ അല്ലേ? എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പ്ലീസ്. ഏയ്, അതൊന്നും കുഴപ്പമില്ല. വാടി. വാ മീര. കം കം. അന്ന് മീരയും കുടിച്ചിട്ടുണ്ടായിരുന്നോ? അവള് വേണ്ടെന്ന് പറഞ്ഞാ ഞങ്ങളെ നിർബന്ധിച്ച് കുടിപ്പിച്ചത്. അന്ന് ഡ്രിങ്ക്സ് പാർട്ടി കഴിയാൻ കുറച്ച് രാത്രിയായി. നന്നായിരുന്നല്ലേ? ഓക്കേടി. എന്താ നിനക്ക് പറ്റിയേ? എന്തോ പോലെ തോന്നാടി എനിക്ക്. ആദ്യമായിട്ട് കുടിച്ച അങ്ങനെയൊക്കെയാ. ഞാൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാണ്.
ആടി ഓക്കെ. ഗുഡ് നൈറ്റ്. അന്ന് രാത്രി ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്ത് പ്ലാൻ? അതെന്താന്ന് വെച്ചാ പറയടാ, എന്തായിരുന്നു പ്ലാൻ? പറയാം മേഡം, പറയാം. പറ്റിയാൽ മീരയുടെയും കാർത്തിക്കിന്റെയും കല്യാണം. അതിനുശേഷം യെസ്, ഞാൻ പ്ലാൻ ചെയ്ത പോലെ അവളുടെയും എന്റെയും കല്യാണം. അത് കഴിഞ്ഞ് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കണ്ടെയ്നറില് ബാങ്കോക്കിലേക്ക് അപ്പൊ തന്നെ പാഴ്സൽ ചെയ്യാം. ഇതാണ് നമ്മുടെ പ്ലാൻ. വരുന്ന കാശ് പിന്നെ ഷെയർ ചെയ്യാം. ഏയ്, ഇതൊക്കെ എന്താ നമ്മൾ ആദ്യമായിട്ടാ? അല്ലല്ലോ. ഇതുപോലെ നീ എത്ര പെൺകുട്ടികളെ വളച്ച് സ്കെച്ച് ചെയ്ത് ഐഡിയ കൊടുത്ത് അവളുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണവും എല്ലാം നമ്മുടെ കയ്യിലായതിനു ശേഷം അവരെയൊക്കെ നൈസായിട്ട് ഒഴിവാക്കി എസ്കേപ്പായി. ചില സമയത്ത് കൊല്ലണ്ടി വരെ വന്നു. അത് വീട്, നമുക്ക് നോക്കാം. കാർത്തിക്, നിങ്ങളെ വിശ്വസിച്ച് വന്നതിന് എന്നെ പറ്റിച്ചോ അല്ലേ? ഏയ് കൂൾ ഡൗൺ. എന്തിനാ ചൂടാവുന്നേ? അത് മീര, ഞാൻ പറയുന്നൊന്ന് കേക്ക്. മിണ്ടാതിരിക്കെ, ഒരക്ഷരം മിണ്ടരുത്. യു ചീറ്റർ. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നതില് എനിക്ക് ഇങ്ങനെ തന്നെ കിട്ടണം, മനസ്സിലായോ? നിങ്ങൾ 3 പേർക്കെതിരെ കംപ്ലൈന്റ് ചെയ്ത് അഴിയെണ്ണിക്ക് ഞാൻ. അതിനുശേഷം അവള് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. ഏത് ഡേറ്റിൽ ഏത് ടൈമില്? അത് സമയം ശരിക്കും ഓർമ്മയിലില്ല മാഡം. ഞങ്ങൾ എല്ലാവരും നന്നായി കുടിച്ചിരുന്നോണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് രാത്രിയായിരുന്നു. ഒരു 2 മണി 2:30 ആയി കാണും. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അവളുടെ പുറകെ പോയായിരുന്നു. നീ തന്നെയാണ് അവളെ മർഡർ ചെയ്തത്? മാഡം അല്ല മാഡം, ഞാനൊന്നും ചെയ്തിട്ടില്ല. വേഗം ചെയ്യാൻ നോക്ക്. ദീക്ഷ, കഴുത്ത് നന്നായിട്ട് അമർത്ത്. പറഞ്ഞതവത്തൊന്ന് അനുസരിച്ചാ പോലെ. വേഗം വേഗം. നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്ന ഞങ്ങളൊന്ന് കാണട്ടെ. ശരിക്കതൊന്ന് മൂർക്കടി. മുറുക്ക് പിടിക്കോളെ. വേഗം. തീരട്ടെ അഹങ്കാരം. മാഡം, അപ്പോഴാണ് കാർത്തിക് എന്നെ ഫോൺ വിളിച്ചത്. ആ ചേട്ടാ പറഞ്ഞോ. ഫോൺ ചെയ്തിട്ട് പറഞ്ഞ് ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാനുണ്ട്, ആവശ്യത്തിനുള്ള പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് മീരയുടെ ഡെഡ് ബോഡി നിങ്ങൾ എല്ലാവരും കൂടി എന്താ ചെയ്തത്? ആ ഡെഡ് ബോഡി ചാക്കിലാക്കി കാറ് കയറ്റിയിട്ട് നേരെ കൊടൈക്കനാലിലുള്ള താഴ്ചയുള്ളൊരു സ്ഥലത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ഇതെല്ലാം കണ്ടുകൊണ്ടൊരു പെണ്ണ് അവിടെ നിൽപ്പുണ്ടായിരുന്നു, തൊട്ടടുത്ത് തന്നെ. അപ്പൊ അവൾക്ക് ബോധമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 4 പേരും അവളെ മാറി മാറി റേപ്പ് ചെയ്ത് അടിച്ചു കൊന്നു മാഡം. അടയാളം മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഇരുമ്പ് ചുറ്റികൊണ്ട് മുഖമെല്ലാം അടിച്ചു ചതച്ചു. അത് കഴിഞ്ഞ് അതേ ചാക്കി തന്നെ കല്ല് വെച്ച് കെട്ടി ഞങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. നിങ്ങളുടെ മാസ്റ്റർ പ്ലാൻ എന്തായിരുന്നു? ആ ഗസ്റ്റ് ഹൗസിൽ എന്തോ പ്രേതോ ഭൂതോ ഒക്കെ ഉണ്ടെന്ന് അപ്പൊ ആ കാവൽക്കാരൻ പറഞ്ഞത്, അതിന്റെ അർത്ഥം? അതൊരു റൂമറായിരുന്നു മാഡം. ഇതുപോലുള്ള റിസോർട്ടിലും ഗസ്റ്റ് ഹൗസിലും എല്ലാം ഇല്ലീഗലായിട്ട് വാങ്ങുന്നതിനുള്ള ഐഡിയ ആണ് പ്രേതമുണ്ടെന്നൊക്കെ റൂമർ പരത്തിവിടുന്നത്. അതിനായി ഞാൻ തന്നെ ഒരു പെണ്ണിനെ സെറ്റ് ചെയ്ത് പ്രേതമായിട്ടും പിശാശായിട്ടൊക്കെ അവളെ കൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നു മാഡം. ആ ഗസ്റ്റ് ഹൗസില് പ്രേതം ഭൂതമൊക്കെ ഉണ്ടെന്ന് ഞാനാണ് മാഡം പറഞ്ഞു വരുത്തിയത്. എന്താ? എന്തിനു വേണ്ടി? എന്തായിരുന്നു പ്ലാൻ?
പ്ലാനിനെ പറ്റി ഒന്നും എനിക്കത്ര അറിയില്ല മാഡം. ഗസ്റ്റ് ഹൗസിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാ വലിയൊരു എമൗണ്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു മാഡം. എന്താ കാര്യേട്ടാ പറ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗസ്റ്റ് ഹൗസ് ഞാൻ വിലക്ക് ചോദിച്ചു. അവൻ തരില്ല എന്ന് പറഞ്ഞു. നമ്മുടെ പിള്ളേരെ വിട്ട് ആ ഗസ്റ്റ് ഹൗസിൽ പ്രേതശല്യമുള്ള പോലെ പറഞ്ഞു പരത്തണം. ആ ഗസ്റ്റ് ഹൗസ് എനിക്ക് വേണം. ഞാൻ ഏറ്റേട്ടാ. ശരി, ചെയ്യാം. നിനക്ക് നല്ലൊരു എമൗണ്ട് ഞാൻ തരാം. അതിനു വേണ്ടിയാ ആ ഗസ്റ്റ് ഹൗസിലേക്ക് ഞാനും ചിത്രയും പ്രിയയും പോയത് മാഡം. ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത പോലെ പ്ലാൻ ചെയ്ത് അതിനുള്ള സെറ്റപ്പ് ചെയ്ത് ഒരു പെണ്ണിന് കാശ് കൊടുത്ത് അഭിനയിക്കാൻ ഏർപ്പാടാക്കി. അഘോരിയെ പോലെ ഒരാളെ ഏർപ്പാടാക്കി ആ ഗസ്റ്റ് ഹൗസില് പ്രേതവും പശാശൊക്കെ ഉണ്ടെന്ന് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഈ ബംഗ്ലാവിനുള്ളിൽ ഒരു നീച ശക്തി ചുറ്റുന്നുണ്ട്. കൊടൈക്കനാലില് എവിടെയൊക്കെ എസ്റ്റേറ്റ് ഉണ്ടോ അവിടെയൊക്കെ CCTV ക്യാമറ സെറ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പ്രേതത്തിനെ പോലെ അഭിനയിക്കാൻ വിട്ടു. അപ്പൊ നിന്റെ കൂടെ വന്ന പ്രിയ, ചിത്ര, ദീക്ഷ ഇവരൊക്കെ എവിടെ? ഞങ്ങൾ മുൻപേ ചെയ്തൊരു വർക്കിന്റെ ഒരു എമൗണ്ട് വന്നു മാഡം. കാർത്തി, ഞാൻ പറഞ്ഞ ഷെയർ തന്നെ എനിക്ക് കിട്ടണം. ഷെയറിനൊക്കെ കൂടുതൽ കാശ് ചോദിച്ചു മാഡം. ഫോൺ ചെയ്ത് ടോർച്ചർ ചെയ്തു മാഡം. തന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ അറിയിക്കും. മീരയുടെ മർഡർ കേസിനെ പറ്റി പോലീസിനോട് പറയുന്ന അവർ രണ്ടുപേരും എന്നെ ഭീഷണിപ്പെടുത്തി മാഡം. അതുകൊണ്ടാണ് ഞാൻ ചിത്രയെയും ദീക്ഷയെയും കൊന്നു കളഞ്ഞത്. ഇതെല്ലാം അറിഞ്ഞ പ്രിയ എങ്ങനെ രക്ഷപ്പെട്ടു? പണത്തിന് വേണ്ടി ഇത്രയും വലിയ കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു പാവം പോലെ അഭിനയിച്ച് നടക്കുന്നു. എന്നിട്ട് എല്ലാവരെയും കളിപ്പിക്കുന്നു. ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം മാഡം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും അത് ഞാൻ ചെയ്യും. അരുദ്ര, ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ അക്യൂസിനെയും പ്രോപ്പർ എവിഡൻസുമായി കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് ഒരുത്തം പോലും രക്ഷപ്പെടാൻ പാടില്ല. ഓക്കെ? അതിന്റെ ഒന്നും ആവശ്യമില്ല സർ. ആ മലയോരത്തെ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒരു ഡോക്ടറായി മലയോര ഗ്രാമവാസികളെ ചികിത്സിക്കണമെന്ന് വിചാരിച്ചൊരു പാവം കുട്ടി. അവള് തെറ്റാ? അങ്ങനൊരു പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ റേപ്പ് ചെയ്ത് അവിടെ വെച്ച് തന്നെ നീ കൊന്നിരിക്കുന്നു. അയ്യോ, ചത്തുപോയല്ലോ. ഒരു തെറ്റ് പറ്റി സാർ. നമ്മൾ നടത്തുന്ന ഫേക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് വന്ന ഗ്രാമവാസി പെണ്ണെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു സാർ. പെണ്ണ് മരിച്ചുപോയി സാർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സാർ. എന്താടാ പറയണേ? നീ കൈവച്ച ആരെയെന്നറിയാമോ? ഒരു ഗ്രാമവാസി പെണ്ണിനെയാണ്. ഈ വിഷയം പുറത്തറിഞ്ഞ സോഷ്യൽ മീഡിയയിൽ വലിയ വിഷയമായി തീരും. പിന്നെ പോലീസ് കേസെടുക്കും. പിന്നെ അതൊരു വലിയ പ്രശ്നമായി തീരും. ഇതിൽ നിന്ന് സാറ് വേണം എന്നെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ. ഇതൊരു തെറ്റാണെന്ന് അറിയില്ലായിരുന്നു. തെറ്റ് തന്നെയാണ് മാഡം. ഒരു ഡോക്ടറെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന ജനങ്ങള് നിന്നെ പോലെ വൃത്തികെട്ട ഡോക്ടർമാരുണ്ടെന്നറിഞ്ഞ ഡോക്ടർ ആവാൻ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികള് പിന്നെ എങ്ങനൊരു ഡോക്ടർ ആവാൻ പഠിക്കും? ഒരു സൈഡില് ഡോക്ടർ ആവാൻ പഠിക്കാൻ പൈസ ഒരുപാട് വേണോന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്നു. മറു സൈഡില് നിന്നെ പോലുള്ള വൃത്തികെട്ട ജന്മങ്ങള്. ഇതിന്റെ ഇടയില് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ സാധിക്കുക? സോറി മാഡം. നിന്നെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ പാടില്ലടാ. കുറച്ച് കരുണ കാണിച്ചൂടെ മാഡം? മലയോര ഗ്രാമവാസികൾക്ക് അവിടെ സേവനം ചെയ്യണമെന്ന് വിചാരിച്ചത് തെറ്റാണോ? ആ കുട്ടിയുടെ ഡോക്ടർ ആവാൻ ആ സ്വപ്നം കണ്ടത്. ആ കാമവറി പിടിച്ച ഡോക്ടർക്ക് ഞാൻ എന്ത് ശിക്ഷ സർ കൊടുക്കേണ്ടത്? അരുദ്ര, ആ ഡോക്ടറെ തെളിവോടുകൂടി കോർട്ടിൽ ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതെങ്ങനെ പറ്റും സർ? AC റൂം, TV, നോൺ വെജ് ഫുഡ്, അങ്ങനെ അവനൊരു ലക്ഷറി ലൈഫ് കൊടുത്ത് വലിയ നേതാക്കളെ പിടിച്ച് അവൻ പുറത്തിറങ്ങി ഇതേ തെറ്റ് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതാ ഇനി അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത വിധം ഞാൻ അവനെ. മാഡം പ്ലീസ് മാഡം, പ്ലീസ് മാഡം, പ്ലീസ് മാഡം, ഒന്നും ചെയ്യല്ലേ മാഡം, ഒന്നും ചെയ്യല്ലേ മാഡം, ഒന്നും ചെയ്യല്ലേ മാഡം, മാഡം ഒന്നും ചെയ്യല്ലേ മാഡം, പ്ലീസ്. അത് പിന്നെ ഈ മർഡർ സംബന്ധിച്ച കുറ്റവാളിയുടെ സ്റ്റേറ്റ്മെന്റ്, മലയോര ഗ്രാമവാസികളുടെ സ്റ്റേറ്റ്മെന്റ്, ഗസ്റ്റ് ഹൗസ് വാച്ച്മാന്റെ സ്റ്റേറ്റ്മെന്റ്,
അതുപോലെ അവിടുത്തെ പാചകക്കാരന്റെ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തോട്ടക്കാരന്റെ, അങ്ങനെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ്സ് ഈ ഫയലിലുണ്ട് സർ. Good, Arudra. Done a very good job. Congrats. താങ്ക് യു സർ. അരുദ്ര, ജെന്നിഫറിന്റെ മരണത്തിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽസ് എന്തെങ്കിലും? എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരു പെരിച്ചാഴി ഉണ്ടാവും സർ. ആരാണ് പെരിച്ചാഴി? 2 പെൺകുട്ടികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാഡം ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്നോടൊന്ന് ക്ഷമിക്കില്ലേ മാഡം? ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ സ്റ്റെപ്പ് എടുത്ത് മുകളിലേക്ക് കയറുമ്പോഴും എന്തോ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെയാ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളില് ഒരു പെരിച്ചാഴി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ കോൾ ഹിസ്റ്ററിയാണ് അത് തെളിയിച്ചത്. അങ്ങനെയാ നിങ്ങൾക്കും കുറ്റവാളികൾക്കും ബന്ധമുണ്ടെന്ന് ഞാൻ കണ്ടെത്തിയത്. എന്നെ കൊന്നുകളല്ലേ മാഡം? എനിക്ക് ഒന്നും അറിയില്ല മാഡം. എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു മാഡം. എന്നോട് ക്ഷമിക്കണം. ഇനി മേലെ ഞാൻ ഇങ്ങനെ ചെയ്യില്ല മാഡം. സോറി പറയാൻ നിൽക്കരുത് നിങ്ങൾ. അതൊക്കെ വലിയ വാക്കുകളാ. നിങ്ങളെ ഞാൻ ഒരുപാട് വിശ്വസിച്ചിരുന്നു. എന്റെ അപ്പായുടെ സ്ഥാനത്താണ് ഞാൻ നിങ്ങളെ കണ്ടത്. എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? പറയ്. ആ കുറ്റവാളിക്കും നിങ്ങൾക്കും എന്താ ബന്ധമുള്ളത്? പിന്നെ സാറേ, ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ലിങ്ക് ഞങ്ങൾക്ക് അറിയൂ. പേടിച്ചിട്ടില്ലാത്ത വിളിച്ച് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പെട്ടാൽ ഞങ്ങൾ എല്ലാവരും വിടും. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ആ നിമിഷം തന്നെ അറിയിക്കണം. മനസ്സിലായ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് കോൺസ്റ്റബിൾ ഈ കേസിൽ ഇൻവോൾവഡ് ആണോ? പക്ഷെ അവരെ പറ്റി ഡിപ്പാർട്ട്മെന്റിൽ എല്ലാവരും നല്ലതാണല്ലോ പറയുന്നത്. വാട്ട് ഹാപ്പൻ? എന്തിനാ അവർ ചെയ്തേ? എല്ലാം പണത്തിന് വേണ്ടി സർ. പണം നല്ലവനെയും കൂടി ചീത്തയാക്കും സർ. നശിച്ചു പോയവരാണെങ്കിൽ വീണ്ടും നശിപ്പിക്കും. അരുദ്ര, ഈ ക്രൈമില് മുരുകേശൻ എങ്ങനെയാ വന്നത്? മുരുകേശൻ വെറും അമ്പ് മാത്രമാണ് സർ. എന്നെ തൊടുത്തു വിട്ടവൻ വേറൊരാളാ. ഈ മേർഡറിന്റെ പ്ലാനർ തന്നെ വേറൊരാളാ. ആരാവൻ? ഞാനാണ് അതിന്റെ മാസ്റ്റർ മൈൻഡ്. പൈസയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യൂല്ലേ? കൊടൈക്കനാലില് നിങ്ങൾ വലിയൊരു മാഫിയ തലവനാണല്ലേ. സാധാരണ ഒരു ബ്രോക്കർ ആയിരുന്ന നീ വലിയ എസ്റ്റേറ്റുകളും ഹോട്ടൽസും ഇതൊക്കെ എങ്ങനെ സമ്പാദിച്ചു? അതുമെല്ലാം ഇല്ലീഗൽ. ഒരാളെ ത്രെട്ടൻ ചെയ്ത് മിരട്ടി അവന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് പിടിച്ചു വാങ്ങുന്നു. 100 കോടി രൂപ. അത് വിൽക്കുന്നുമില്ല, കൊടുക്കാനും പോകുന്നില്ല. സോറി സാർ. കത്തിയില്ലാതെ, രക്തമില്ലാതെ, നിയമമില്ലാതെ, ആകെ മൊത്തത്തില് അവന് പോലും അറിയാതെ അവനെ തീർക്കണം. കാർത്തി, നാരായണൻ നാളെ ഇവിടെ എത്തും. ഗസ്റ്റ് ഹൗസിലേക്ക് പോ. അവിടെ എല്ലാ ആളുകളെ സെറ്റാക്കി ഞാൻ പറയുന്നത് ചെയ്യ്. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ആ ഗസ്റ്റ് ഹൗസ് നിങ്ങൾക്കുള്ള. ഡോക്ടർ പറഞ്ഞ റേപ്പും മർഡറും ഒക്കെ ചെയ്ത ആദ്യത്തെ കുറ്റവാളി നീയാണല്ലേ. ആദിയും ജെനിഫറും ഒക്കെ ഇവരൊക്കെ വേറെ ആൾക്കാരെ വെച്ച് നീ കൊന്നുകളഞ്ഞല്ലേ. പോലീസിനോട് പറയായിരുന്നില്ല? എന്താ പറയാതിരുന്ന്? മരിച്ചത് നമ്മുടെ അമ്മ അല്ലേ ആന്റി? എന്തിനാ മറിച്ചത്? എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം. ചെറുപ്പം മുതലുള്ള എന്റെ സ്വപ്നം അത്. തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം. ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറായ ഞാൻ ഈ കേസ് ചുമ്മാ വിടില്ല. ഇതിനൊരു പരിഹാരം കാണും. രക്ഷിക്കണേ! നിനക്ക് എന്തുവാടെ ചെയ്യണ്ടേ? അരുദ്ര, നിന്റെ ഇമോഷനൊക്കെ കറക്റ്റാണ്. ഞാനായിരുന്നെങ്കിൽ കുറ്റവാളികൾക്കൊക്കെ 10 വർഷമോ 15 വർഷമോ ദണ്ഡന വാങ്ങിക്കൊടുക്കും. ബട്ട് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ നീ ചെയ്തതാണ് കറക്റ്റ്. താങ്ക് യു സർ. ഈ കേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് നീ സോൾവ് ചെയ്തില്ലേ? കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. ഈ മർഡർ കേസ് എനിക്ക് കിട്ടിയ ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് തന്നെയാണ് സർ. ഓക്കെ സർ. ഒരു മിനിറ്റ്. ഇതുപോലെ ഒരു ഓൾഡ് കേസ് പെൻഡിങ്ങിലുണ്ട്. അത് നിങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ സർ. ആ കേസിന്റെ ഫുൾ ഡീറ്റെയിൽസും ഈ ഫയലിലുണ്ട്. ഷുവർ സർ. പ്ലീസ്.
ദം രുദ്രദേവി രക്തം നടുങ്ങുമെത്ര ദിക്കും വേട്ടയാടും മഹാകാളി. ദം 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 ഭൈരവിയെ അഗ്നിമൂർത്തി കഥാരിയെ കരകാട്ടമിതാടുന്നൊരു ശ്രീ ഭൈരവിയാം രുദ്രേ. നടത്താനൊരുത്തിയിതാ മരണമാട്ടമാട്ടിയിതാ എതിര നിൽക്കു കുൽസിതരെ തീർത്തു 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 വരും. മതിച്ചു തെറിച്ചു വരും ഫീലിംഗ്സ് പോലെ ഉയർത്തി വരും. അറിയാതെ നീ മുന്നിൽ വന്നാൽ നിൽക്കലവര മാറ്റി വിടും. മലയ പോലെ നീ തടസ്സമായി നിൽക്കവേ പിടി പോലെ വിതറിച്ചാക്കിടും ആദിശക്തി രൂപിണി. മുന്നിലായി തോൾ കൊടുക്കും ദേവി നീ. എതിർക്കാൻ വന്നാലോ തോലെടുക്കും ശക്തിരാ. കൺമുന്നിൽ കുറ്റമൊന്ന് കണ്ടാലേ എതിർത്ത് നിൽക്ക് ശക്തി തന്റെ ആയുധമാം വാളെ വീശ്. പെണ്ണെ വീട്ടിലടച്ചു വയ്ക്കും കഥകളല്ല പഴകഥയായി ദുഷ്ടരെ തിച്ചുഴിയിൽ എന്നെ എരികെ. കളകളകളമോടും കാട്ടാറെ പോലെ നീ പെണ്ണിൻ ശക്തി എന്നും അടങ്ങാത്ത വീര. തുരയാളും തീജ്വാല പോലവേ എതിർത്തവരെല്ലാം പൊടിയായി പോകും. പോരാട്ടമാ പോരാട്ടമാ ഓ ശബ്ദമോ ശബ്ദമോ നിവാക്കി കേട്ടാൽ പ്രളയം പോയി മറയുമോ. നിച്ചട്ടമേ നിച്ചട്ടമേ തീയാട്ടമേ തീയാട്ടമേ നിവാക്ക് മാത്രം മാറാത്തൊരു ചട്ടമോ. മലയ പോലെ നീ തടസ്സമായി നിൽക്കവേ വെടി പോലെ വിതറിച്ചാക്കിടും ആദിശക്തി രൂപിണി. മുന്നിലായി തോൾ കൊടുക്കും ദേവി നീ. എതിർക്കാൻ വന്നാലോ തോലെടുക്കും ശക്തിരാ. ദം ദം ഉഗ്രദേവി ദം 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 രുദ്രദേവി രക്തം നടുങ്ങുമെത്ര ദിക്കും വേട്ടയാടും മഹാകാളി.